നമുക്ക് കളി തുടങ്ങാം. സംശയമുണ്ടോ? കൊച്ചളിയ, പുതിയ ബോള് കൊണ്ടുവരാം. ഈ ഫുട്ബോള് ചതഞ്ഞു പോയി. എടാ, ഇത് റഗ്ബി ബോളാണ്, ഫുട്ബോൾ അല്ല. പോത്തിനെ കുളിപ്പിച്ചെന്ന് വെച്ച് അത് വെളുക്കാൻ പോകുന്നില്ല. സംശയമുണ്ടോ? പക്ഷെ ഈ കറുത്ത ബോളിനെ നമുക്ക് വേണമെങ്കിൽ വെളുപ്പിക്കാം. ഇല്ല. സണ്ണി, വേഗം ബോൾ പിടിക്ക്. എന്നെ ഇനി ആർക്കും തടയാൻ കഴിയില്ല. കളിയിൽ ശ്രദ്ധിക്ക, സണ്ണി ബോൾ കൊണ്ട് പോവുകയാണ്. ബോൾ കൊണ്ടുപോകുന്നു വിചാരിച്ചു. ഗോളടിക്കാൻ കരുതിയോ? നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. എടാ കഴുതകളെ, സണ്ണിയെ തല്ലാനല്ല ഞാൻ പറഞ്ഞത്, ബോളിനെ ശ്രദ്ധിക്കാനാണ്. തോത്താറാമിന്റെ കയ്യിൽ നിന്ന് ബോൾ തട്ടിപ്പറിക്ക. അതെ ഭായ്, ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ തട്ടിപ്പറിക്ക. അടിച്ചു, പൊളിച്ചു, തിമിർത്തു. ജാക്ക് പോട്ട്. ഞാൻ എവിടെയാണ്? എന്താടാ ഈ കാണിക്കുന്നേ? ഇത് റഗ്ബിയാണ്, ബോക്സിംഗ് അല്ല. അറിയാം ഭായ്, ഗോളല്ലേ അടിക്കേണ്ടത്. ഇപ്പൊ അടിച്ച് തകർത്ത് തരാം. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാ വന്നത്. പക്ഷെ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ഉപദ്രവിക്കാൻ നോക്കുകയാണല്ലേ? അല്ല കിറ്റി, ഞങ്ങള് ബോൾ കിക്ക് ചെയ്യായിരുന്നു. നിന്റെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും വേണ്ടതാണ്. കന്ന സർ ഇതുവരെ ഫോൺ എടുക്കുന്നേ ഇല്ല. ഫോണിന് ഭാരം കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് എടുക്കാത്തത്. നമ്മുടെ പോപ്പട്ടിന് പോലും ലാൻഡ് ലൈൻ ഫോൺ എടുക്കാനേ പറ്റില്ല. രാവിലത്തെ ഫ്ലൈറ്റിന് അദ്ദേഹം ജോയ്നഗറിലേക്ക് പോയതാ. അദ്ദേഹം ഫോൺ എടുക്കുന്നേ ഇല്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുക്കാനായിട്ട് അദ്ദേഹം എന്തിനാ ജോയ്നഗറിലേക്ക് പോയത്? നമ്മുടെ നാട്ടിൽ തന്നെ എത്രമാത്രം ഫോണുകളുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താ പോരെ? നീ മണ്ടത്തരം പറയുന്ന ഒന്ന് നിർത്ത്. കിറ്റി വല്ലാത്ത ടെൻഷനിലാണ്. എന്തോ സീരിയസ് പ്രശ്നമുണ്ട്. സംശയമുണ്ടോ? അതെ, കന്ന സാറിന്റെ അങ്കിൾ ഏതൊരു ഇമ്പോർട്ടന്റ് ഫോർമുലയായിട്ട് ജോയ്നഗറിലേക്ക് പോയതാണ്. ജോയ്നഗർ ഹോട്ടലിൽ നിന്നും അദ്ദേഹം ഫോൺ ചെയ്തിരുന്നു. ആരോ അദ്ദേഹത്തിന്റെ ഫോർമുല മോഷ്ടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. അതിനുശേഷം അങ്കിളിന്റെ ഒരു വിവരം ഇല്ലാത്തോണ്ടാണ് സാറ് ജോയ്നഗറിലേക്ക് പോയത്. ഇപ്പൊ സാറും അങ്കിളും ആരും തന്നെ ഫോൺ എടുക്കുന്നേ ഇല്ല. തീർച്ചയായും എടുക്കും. അത്രയ്ക്കുള്ള ഭാരമൊന്നും ഉണ്ടാവില്ല. രണ്ടുപേർ ചേർന്ന് എടുക്കാൻ പറ്റാത്ത ഫോണുണ്ടോ? ശരിയല്ലേ കൊച്ചളിയ? എടാ, ഫോൺ എടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, പ്രശ്നം കാരണമായിരിക്കും ഫോൺ എടുക്കാതിരിക്കുന്നത്. സംശയമുണ്ടോ? അതെ, അവരെന്തോ വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക. പ്ലീസ് ഹെൽപ്പ് മീ. നീ പേടിക്കണ്ട കിറ്റി, നമുക്ക് ഇന്ന് തന്നെ ജോയ് നഗറിലേക്ക് പോകാം. താങ്ക് യു സോ മച്ച്. ഇതിൽ താങ്ക്സ് പറയാൻ മാത്രം എന്താണുള്ളത്? കൂട്ടുകാരാണ് കൂട്ടുകാർക്ക് ഉപകരിക്കേണ്ടത്. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ആ ഹോട്ടലിൽ ഞാൻ ഇപ്പൊ തന്നെ ഓൺലൈനിൽ ഞാൻ റൂം ബുക്ക് ചെയ്തേക്കാം.
അതെ, പലചരക്കില്ലാതെ എന്ത് ജീവിതമാണ്? അതില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? അരി, പഞ്ചസാര, ഉള്ളി, മുളക് എല്ലാം വേണമെങ്കിൽ വാങ്ങിച്ചോളൂ സാർ. സാർ ഇപ്പോഴും ഒരു കാര്യം മറന്നു പോവുകയാണ്. അങ്ങൊരു സ്മഗ്ലറാണ്, ഇങ്ങനെ കടക്കാരനല്ല. നമ്മുടെ അടുത്തുള്ളത് പലചരക്കുമല്ല, രത്നങ്ങളുള്ള ബാഗാണ്. ഈ ബാഗിന് വല്ലാത്തൊരു ഭാരം. അല്പസമയത്തേക്ക് ഈ ബാഗ് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ആ കാര്യം ഞാൻ മറന്നുപോയി. നമ്മുടെ അടുത്തുള്ളത് രത്നങ്ങളുള്ള ബാഗാണ്. Here is the key for room number 666. എന്താ പറഞ്ഞ? ഏതാ റൂം നമ്പർ? 666. നിങ്ങളുടെ ഇംഗ്ലീഷ് തമിഴിനേക്കാളും കഠിനമാണല്ലോ. സംശയമുണ്ടോ? എന്നാ ശരി, ഞാൻ മലയാളത്തിൽ തന്നെ പറയാം. 6th ഫ്ലോറിൽ പോയിട്ട് അവിടുന്ന് നേരെ പോയാൽ റൈറ്റ് സൈഡിലുള്ള റൂമാണ്. മനസ്സിലായല്ലോ? എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. 6th ഫ്ലോറിൽ ചെന്നിട്ട് റൂം നമ്പർ 666 ആണ്. വരൂ, അങ്കിളിന്റെ മുറിയും ആ ഫ്ലോറിൽ തന്നെയാണ്. അങ്കിളിന്റെ റൂം ഉണ്ടെങ്കിൽ പിന്നെന്തിനാ നമ്മള് മുറി എടുക്കുന്നേ? വരൂ, മുകളിൽ പോയി അങ്കിളുടെ റൂം നമുക്ക് ചെക്ക് ചെയ്യാം. ഇതെന്താ, രണ്ട് ബാഗ് ഒരുപോലെ ഉണ്ടല്ലോ. ഇതിലിപ്പോ എന്റെ ബാഗ് ഏതെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? കുത്തി കുത്താനവരമ്പ്, കല്ലേ കുത്ത് കരിങ്കുത്ത്. കൊള്ള, അപ്പൊ ഇതായിരുന്നല്ലേ? അപ്പോൾ നമുക്ക് ഡീൽ ഉറപ്പിക്കാം. വേഗമാ പെട്ടിയെടുക്ക. ഇതാ നിങ്ങൾക്കുള്ള രത്നം. രത്നം എവിടെ? ബാഗ് ചേഞ്ച് ആയെന്നാ എനിക്ക് തോന്നുന്നത്. അതാണ് നമ്മുടെ ബാഗ്. അങ്ങോട്ട് നോക്കൂ. മാറി നിൽക്ക. ബ്രേക്കിട്, ആരെങ്കിലും ഒന്ന് ബ്രേക്കിട്. ഇതെന്താണ്? നിങ്ങളുടെ ഹോട്ടലിലെ ഗസ്റ്റിനെ ഇങ്ങനെയാണോ വെൽക്കം ചെയ്യാറ്? വല്ലാതെ അടുത്ത് പോയി, വേറെ കൊണ്ടുവാ. ബോസ്, കോഫി മറന്നേക്കൂ. ആ പൂച്ച രത്നം കൊണ്ട് ഓടുകയാണ്. ഓ യെസ്, ഞാനത് മറന്നുപോയി. വേഗം വാ. എടാ, സ്റ്റെപ്പിലൂടെ വേഗം പോ. റൂം എവിടെയാണ്? അങ്ങോട്ട് നോക്ക്. വേഗം വാ. അങ്കിളിന്റെ മുറി ഇവിടെ എവിടെയാണ്? ഇതാ നോക്ക്, ഇതാണ് അങ്കിളിന്റെ റൂം. അങ്കിളിന്റെ മുറി എങ്ങനെയാണ് തുറക്കാൻ കഴിയുക? എന്റെ കയ്യിൽ മാസ്റ്റർ കീ ഉണ്ട്. മാസ്റ്റർ കീ എന്ന് വെച്ചാ എന്താണ്? മാസ്റ്റർ കീ എന്ന് വെച്ചാൽ എടാ കഴുതേ, അത് തന്നെയാ ഞാനും ചോദിച്ചത്. സ്കൂൾ മാസ്റ്ററോ, ട്യൂഷൻ മാസ്റ്ററോ, ഡ്രോയിങ് മാസ്റ്ററോ, അവരെ വെച്ചെങ്ങനെ ഡോർ തുറക്കാൻ പറ്റും? എടാ കീ, മാസ്റ്റർ കീ, താക്കോൽ. ഇത് വെച്ച് ഏത് പൂട്ട് വേണമെങ്കിലും തുറക്കാം. സംശയമുണ്ടോ? പോപ്പട്ടി, വേഗം ഒന്ന് തുറക്ക്. സോറി, ഞങ്ങൾ അറിയാതെ നിങ്ങളുടെ റൂമിലേക്ക് വന്നുപോയി. ഇതാണ് അങ്കിളിന്റെ റൂം. കിറ്റി, നന്നായിട്ട് നോക്ക്. ഇത് അങ്കിളൊന്നും അല്ല, വേറെ ആരോ ആണ്. ഞങ്ങളുടെ അങ്കിൾ എവിടെയാണെന്ന് പറ.
അയാൾ ഞങ്ങളുടെ അടുത്തുണ്ട്. എവിടെ അദ്ദേഹം? അത് ഞങ്ങൾ പറയത്തില്ല. ഇവരാണ് അങ്കിളുടെ കിഡ്നാപ്പ് ചെയ്തവർ. അദ്ദേഹം എവിടെയാണെന്ന് ഇവരെ കൊണ്ട് പറയിക്കാം. പിടിക്കവരെ. എടാ എന്റെ കൂട്ടുകാരനെ തല്ലുന്നോ? ഏയ്! തങ്കത്തിമിത്തം, ഇതാ എന്റെ താളം തെറ്റി. ഇതെങ്ങനെയുണ്ട്? പിടിക്കവരെ. അവരെ പിടിച്ചാൽ മാത്രമേ അങ്കിൾ എവിടെന്ന് അറിയാൻ പറ്റൂ. അവരതാ ഓടുന്നു. പിടിക്കവരെ. അവർ രക്ഷപ്പെട്ട് ഓടുകയാണ്. എന്റെ പൊന്നെ, അവരോടുന്നത് കൊണ്ട് നമുക്കെന്താ പ്രശ്നം? നമുക്ക് വേണ്ടത് രത്നമല്ലേ? ബോസ് മറന്നോ, അവർ നമ്മുടെ രത്നവും കൊണ്ടാണ് ഓടുന്നത്. പിന്നെ എന്തിനാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വേഗം പോയി പിടിക്കേ. Stupid, idiot. ഒന്നുമില്ലാത്ത പ്ലേറ്റ് ഡിഷസ് എവിടെ? ബോസ് ഡിന്നർ കഴിക്കാനല്ല, നമ്മള് രത്നം തേടി വന്നതാണ്. പിന്നെ നീയൊക്കെ എവിടെ എന്തെടുക്കാ? വേഗം ജ്വല്ലറി ഷോപ്പിലേക്ക് പോ. എവിടെയാ ഉമാർ? നമ്മുടെ രക്തവും അടിച്ചോണ്ട് പോയ ഉമാർ എവിടെയെന്ന് പറ. അതാ പോകുന്നു. ഇവരെ കൊണ്ട് മാത്രമേ കന്നാ സാറും അങ്കിളും എവിടെയാണെന്ന് പറയാൻ കഴിയൂ. അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. വേഗം വന്ന് സ്ട്രെച്ചർ എടുത്ത് മാറ്റ്. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ എന്തെടുക്കുകയാണ്? നമ്മൾ ഹോട്ടലിൽ രത്നവ്യാപാരത്തിന് വേണ്ടി വന്നതല്ലേ? ഇടവും മരമണ്ട, നമ്മൾ ഹോട്ടലിൽ തന്നെയാണുള്ളത്. അത് ശരി. അപ്പോൾ രത്നം എവിടെ? അത് അവരെടുത്തുകൊണ്ട് ഓടുകയാണ്. വേഗം പിടിക്ക്. എന്തായി ചെയ്യുന്നത്? വല്ലാത്ത തണുപ്പ്. വേഗം വന്ന് AC ഓഫ് ചെയ്യ്. എനിക്ക് തണുപ്പടിച്ചാൽ പിന്നെ ഉറക്കം വരികയില്ല. ഓ, ഉറങ്ങാനല്ല, നമ്മുടെ രത്നം എടുത്തുകൊണ്ട് പോകുന്നവരെ നമുക്ക് എത്രയും പെട്ടെന്ന് പിടിക്കണം. വേഗം. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്?
എത്ര ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ. ഇതിനെ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം. ഇത് അതിമനോഹരമായിരിക്കുന്നു. ഇതിനെ എല്ലാം പിടിച്ച് ഇതിന്റെ കൂടെ കളിക്കാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ബോസ് നമ്മൾ ചിത്രശലഭം പിടിക്കാനല്ല, ആ രത്നങ്ങൾ എടുക്കാനാണ് വന്നത്. ഓ, വീണ്ടും മറന്നോ? അതെയോ? എങ്കിൽ പിടിക്കവരെ. അവർ രക്ഷപ്പെട്ടു. അടിച്ചു പൊളിച്ചു തിമിർത്തോ. രണ്ടുപേരോട് രക്ഷപ്പെട്ടപ്പോൾ പിന്നിൽ നിന്നും ഇത്രയും പേര് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതും അവരുടെ ആൾക്കാരാണെന്നാ. മുഴുവൻ കന്ന് ഇവിടെയുണ്ടല്ലോ. ഞങ്ങളുടെ അങ്കിൾ എവിടെയാണെന്നൊന്ന് വേഗം പറയേ. മോനെ, അങ്കിൾ ഭ്രാന്താശുപത്രിയിലാണ്. എന്ത്? നിങ്ങളപ്പോൾ അങ്കിളിനെ പ്രാന്താശുപത്രിയിൽ പൂട്ടിയിട്ടെന്നാണോ പറയുന്നത്? എന്ത് ചെയ്യാനാ, അങ്കിൾ എന്റെ മമ്മിയെ പിടിച്ച് കടിച്ചു മോനെ. അല്ല, കന്നാ സാറിന്റെ അങ്കിള് നിങ്ങളുടെ മമ്മിയെ കടിച്ചെന്നോ? കന്നാ സാറിന്റെ അങ്കിളല്ല, സിംഗ് സാറിന്റെ അങ്കിളാണ്. അല്ല, ആരാണ് ഈ സിംഗ് സാർ? പേരെവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ. ഓ, അങ്ങാണ് സിംഗ് സാർ. ഓ യേസ്. ഇപ്പഴാ ഒരു കാര്യം ഓർമ്മ വന്നത്. എന്റെ അച്ഛൻ ഒരു സിംഗ് ആണ്. സിംഗിന്റെ മകൻ സിംഗ് ആകാതെ പിന്നെ സിന്ധുബാദ് ആകാൻ കഴിയുമോ? അങ്ങയുടെ മുത്തശ്ശനും സിംഗ് തന്നെയാണ്. സംശയമുണ്ടോ? ബോസ്, നിങ്ങൾ എന്താ കുടുംബ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്? നമ്മൾ വന്നത് ബാഗ് വാങ്ങാൻ വേണ്ടിയാണ്. ഓ യേസ്. അവന്റെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു വാങ്ങിക്ക. ഞാനിത് തരില്ല. ബണ്ണി, ബാഗ് പിടിക്ക. എന്താ രക്ഷപ്പെട്ട് പോകാമെന്ന് കരുതിയോ? എന്താ പിടിച്ചോ? എങ്ങനെയുണ്ട്? വല്ലാത്ത കനം തന്നെയാണ്. ബാഗ് എനിക്ക് താ. ഇതെന്റെ ബാഗാണ്, ഇങ്ങ് തരൂ. സോറി, ഇതാ വെച്ചോളൂ. എന്താ ഈ കാണിച്ചേ? രത്നമുള്ള ബാഗ് തിരിച്ചു കൊടുത്തോ? അയ്യോ, ഞാൻ വീണ്ടും മറന്നുപോയി. പിടിക്കൂ. ജോണി, നാടു റോഡിൽ ഗുണ്ടായുസം കാണിച്ചുകൊണ്ടിരിക്കുകയാണോ? എല്ലാവരെയും പിടിക്ക്, വേഗം പിടിക്ക്. നന്നായി ഇൻസ്പെക്ടർ പാണ്ട, നിങ്ങൾ എന്തായാലും എത്തിയല്ലോ. അല്ല, നിങ്ങൾ ഇവിടെ എന്തെടുക്കുകയാണ്? കൂട്ടുകാരെ, ഞാൻ ഈ സിറ്റിയുടെ നിയമപാലകനാണ്. പേര് ഡി പാണ്ട, ദിലീപ് പാണ്ട. കുറ്റവാളികൾ എന്നെ ഡേഞ്ചറസ് പാണ്ട എന്ന് വിളിക്കും. അപ്പൊ അങ്ങ് ഞങ്ങളുടെ പാണ്ടയല്ലേ? അല്ല, പക്ഷെ പാലൻപൂരിൽ നിങ്ങൾ വേറെ പേരാണല്ലോ പറഞ്ഞത്. അതെന്റെ സഹോദരൻ ബി പാണ്ടയാണ്. എന്നാൽ ഞാൻ ഡി പാണ്ടയാണ്. ബി കഴിഞ്ഞ ഉടൻ തന്നെ ഡിയോ. അപ്പൊ സി എവിടെ പോയി? എടാ കൊച്ചനെ, അവൻ ഡൽഹിയിലാണ്. ഞങ്ങൾ സഹോദരങ്ങളെല്ലാം പോലീസിലാണ്. സാർ, ഗുണ്ടകൾ ഇവരാണ്, ഞങ്ങൾ നല്ലവരാണ്. 4 ദിവസം അകത്ത് കിടന്നാലേ ആരാണ് ഗുണ്ടകൾ ആരാണ് നല്ലവരെന്ന് അറിയാൻ കഴിയാം. നിങ്ങൾ ഞങ്ങളെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്കിളിനെ രക്ഷിക്കാൻ കഴിയില്ല. സംശയമുണ്ടോ? അപ്പൊ ഒറ്റ ഐഡിയ ഉള്ളൂ, ഓടിക്കോ. എടാ നിക്ക് നിക്ക്. അവിടെ കിടക്കാതെ വേഗം പോയി പിടിക്ക്. എടാ നിൽക്ക് നിൽക്ക്. എടാ അങ്ങോട്ട് നോക്ക്, അവിടെ ഒരു പഴയ വീട് കാണുന്നുണ്ട്. അവിടെ ആരും ഉണ്ടാകാൻ വഴിയില്ല. വേഗം വാ, നമുക്ക് ഇന്ന് രാത്രി അവിടെ തങ്ങാം. താങ്ക് ഗോഡ്, എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇപ്പോൾ നമ്മൾ സേഫ് ആണ്. സംശയമുണ്ടോ? ഞാൻ നോക്കിയിട്ട് ഇവിടെ എങ്ങും സേഫ് കാണുന്നില്ല. എവിടെയെന്ന് കാണിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. കൊച്ചളിയാ, നീ എങ്ങാനും കണ്ടിരുന്നോ? എടാ കഴുതേ, അങ്ങനെയല്ല പറഞ്ഞത്. സേഫ്, നമ്മൾ രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത്. നമ്മളെ ഇവിടെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല.
നമ്മൾ ഇവിടെ തന്നെ നിന്നാ പിന്നെ നമ്മൾ അന്വേഷിച്ചു വന്നവരെ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. പോലീസ് നമ്മുടെ പുറകെ തന്നെയുണ്ട്, സംശയമുണ്ടോ? പോലീസിനോട് ഇക്കാര്യം പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവര് വിശ്വസിക്കില്ല, കാരണം നമ്മൾ അവരുടെ അടുത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ലേ. ആ ഇൻസ്പെക്ടർ നമ്മെ അകത്തിടാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോ കിറ്റി, നമ്മളിപ്പോ ഗുണ്ടകളും പോലീസും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ താമസിക്കേണ്ടി വരുമോ? അല്ല, അവർ നമ്മളെ കണ്ടുപിടിക്കാത്തത് പോലെ നമ്മൾ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. എന്നാ നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്താലോ? കൊച്ചളിയ, എനിക്ക് സൽമാൻ ഖാന്റെ മുഖം മതി കേട്ടോ. എനിക്ക് അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമാണ്. എല്ലാവരുടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ നീ ഇവിടെ കിടന്ന് തമാശ പറയാണല്ലേ? തമാശ പറഞ്ഞതല്ല, ഐ എം സീരിയസ്. ഐ ലവ് സല്ലു. എന്നെ കണ്ട അദ്ദേഹത്തെ പോലെ തന്നെ ഉണ്ടല്ലേ? എടാ കഴുതേ, നമ്മൾ ഗുണ്ടകളെ തെരയുകയാണ്, നമ്മളെ ആണെങ്കിൽ പോലീസ് തെരയുന്നു, സംശയമുണ്ടോ? നമ്മൾ ഗുണ്ടകളുടെ പുറകിൽ, പോലീസ് നമ്മുടെ പുറകിൽ. മലയാള സിനിമയ്ക്ക് പറ്റിയ ടൈറ്റിലാ. ബണ്ണി, പ്ലാൻ എന്താന്ന് പറയാ? അങ്കിളുടെയും കണ്ണാ സാറിനെയും ആ ഗുണ്ടകൾ തന്നെയാ കിഡ്നാപ്പ് ചെയ്തത്. പിന്നീട് ആ ഗുണ്ടകൾ റൂമിൽ വന്ന് എന്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഫോർമുല കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഫോർമുല എവിടെ? എനിക്ക് തോന്നുന്നത് ഫോർമുല അങ്കിളുടെ ഹോട്ടൽ റൂമിൽ തന്നെ ഉണ്ടാവും. വേഗം വാ, നമുക്ക് പോയി അന്വേഷിക്കാം. ശരി. പോലീസിനും ഗുണ്ടകൾക്കും നമ്മളെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ ഫേസ് മാറ്റിവെച്ച് പോകണം. അത് ശരിയാ, പോകാം. ഇപ്പോൾ വേണ്ട, നമ്മളെല്ലാവരും നാളെ രാവിലെ ഹോട്ടലിലേക്ക് പോവാം. എന്നാൽ ഫേസ് മാറ്റാൻ എന്താണ് ചെയ്യുക? നമുക്ക് അങ്കിളുടെ വീട്ടിലേക്ക് പോകണം. ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. കൊച്ചളിയ, അങ്ങനെയാണെങ്കിൽ പ്രോപ്പർട്ടിനെ പുറത്താക്ക്. സംശയം തോന്നുന്നത് എപ്പോഴും അവനാണ്. എപ്പോഴും ചോദിക്കും, സംശയമുണ്ടോ? അത് കേൾക്കുമ്പോ എല്ലാവർക്കും സംശയം തോന്നും. നിന്റെ മണ്ടത്തരം കാരണം നമ്മൾ കുടുങ്ങും, സംശയമുണ്ടോ? നിങ്ങൾ ഇവിടേക്ക് വരുമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വെൽക്കം സർ, വെൽക്കം. എന്താണ് വേണ്ടത്? ചായയാണോ കാപ്പിയാണോ? സാർ പീറ്റർ അല്ല, ബോസാണ്. നമ്മൾ ഇവരെ പിടികൂടാനാണ് വന്നത്. അത് തെറ്റാ. ഞങ്ങള് വേഷം മാറി വന്നിരിക്കുക. നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. നിങ്ങൾ വേഷം മാറി, എന്നാൽ ബാഗിനെ മാറ്റാൻ മറന്നല്ലോ. ഓടിക്കോ. സെക്യൂരിറ്റി, പിടിക്കവരെ. വേഗം പോലീസിനെ വിളിക്ക. യെസ് സർ. മാറിക്കോ, മാറിക്കോ, മാറിക്കോ. മാറിക്കോ, മാറിക്കോ. എക്സ്ക്യൂസ് മീ, നമ്മൾ എന്തിനാ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് സ്വിമ്മിങ് ചെയ്യുന്നത്? നമ്മൾ സ്വിമ്മിംഗ് ചെയ്യുകയല്ല, സ്വിമ്മിംഗ് പൂളിൽ വീണതാണ്. വേഗം കേറ്. അവരെ വേഗം പിടിക്കേ. അകത്തേക്ക് പോ. എക്സ്ക്യൂസ് മീ,
എന്റെ ഓർഡർ വേഗം എടുത്തുകൊള്ളൂ. ഇന്നത്തെ പാർട്ടി എന്റെ വകയാണ്. പാർട്ടിയല്ല വേണ്ടത്, രത്നമാണ് വേണ്ടത്. വല്ലാതെ ചിരി വരുന്നുണ്ടോ? നോ സാർ. എന്നോടാണോ കളി? എന്നോട് കളി വേണ്ട. അവരോടി രക്ഷപ്പെടുകയാണ്. പിടിക്കവരെ. അവൻ വീണ്ടും രക്ഷപ്പെട്ടു. വണ്ടി നിർത്ത്. നിർത്താൻ. ഓടിക്കോ പോലീസ്. അവരെ പിടിക്കണം സാർ. ഇവര് ഹോട്ടൽ മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലായി. കുറ്റവാളികൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. ആദ്യം ഈ ഹോട്ടൽ നശിപ്പിച്ചവരെ ഞാൻ വെറുതെ വിടില്ല. അവരെ വേഗം പിടിക്ക്. വേഗം. സാറേ, ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങൾ ഇവിടെ അങ്കിളിനെ അന്വേഷിച്ച് വന്നാണ്. ദേ നോക്ക്, ഞാനാണ് ഇവിടെ പോലീസ്. അതുകൊണ്ട് അന്വേഷിക്കേണ്ടത് ഞാനാണ്. അത് അങ്കിൾ ആണെങ്കിലും ശരി, ആന്റി ആണെങ്കിലും ശരി, അമ്മ അവനാണെങ്കിലും ശരി, ഇവരെ പിടിച്ചോണ്ട് പോകൂ. പിടിച്ചോണ്ട് പോകൂ. അവിടെ കിടന്നോ, വേണ്ടി പോകരുതാ. ഇൻസ്പെക്ടർ ഡി പാണ്ട, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ദേ നോക്ക്, നിങ്ങൾ തെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ശിക്ഷ. എന്നാൽ നിങ്ങൾ തെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾ അറിയുമായിരുന്നു. നിർത്തൂ, നിർത്തൂ. വണ്ടി നിർത്തൂ. ഞാൻ കവിത പറയില്ല, ആരും കൈയടിക്കണ്ട. എവിടെ പോയി? ഞാൻ വണ്ടിയുടെ ശബ്ദം കേട്ടതാണല്ലോ. അല്ല സുഹൃത്തെ, ആരാണ് താൻ? ഇപ്പൊ പപ്പടം പൊടിയും പോലെ താൻ ടയറിനിടയിൽപ്പെട്ട് പൊടിഞ്ഞു പോകുമായിരുന്നു. ഇത് എന്റെ കന്ന സാറാണ്. താനെന്താണോ നീതി ദേവതയാണെന്ന് വിചാരിച്ചോ? ഈ കറുത്ത തുണി താനെന്തിനാണ് കണ്ണിൽ കെട്ടിയിരിക്കുന്നത്? ഇദ്ദേഹത്തിനെ കിഡ്നാപ്പ് ചെയ്തതാ. ദേ നോക്ക്, നിന്റെ കാൽ താഴെയെങ്ങാനും വെച്ചാൽ, ശരിക്ക് കേട്ടോ, നിനക്ക് നടക്കാൻ കാലുണ്ടാവില്ല. ഞാൻ അതിനെ കട്ട് ചെയ്തെടുക്കും. സാമ്പാർ വെക്കണമെങ്കിൽ നല്ല ഒന്നാം തരം മുരിങ്ങയ്ക്ക വേണം. ഇൻസ്പെക്ടർ പാണ്ട, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അടികൈ. അടിക്കാം, തീർച്ചയായും അടിക്കാം. എന്നാൽ സ്ഥലം ഞങ്ങളുടെ ആയിരിക്കണം, സമയവും ഞങ്ങളുടെ ആയിരിക്കണം, കൂടാതെ നല്ല മൂഡും ഉണ്ടായിരിക്കണം. ഇൻസ്പെക്ടർ പാണ്ട, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത് നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ടയല്ല, അദ്ദേഹത്തിന്റെ സഹോദരൻ ഡി പാണ്ടയാണ്. ഓ സർ, ഇവര് ഞങ്ങൾ കള്ളന്മാരാണെന്ന് കരുതി പിടിച്ചോണ്ട് പോവാ. പ്ലീസ് ഞങ്ങളെ രക്ഷിക്കൂ. പനി വന്നാൽ കഴിക്കേണ്ടത് നല്ല മരുന്നാണ്. ഇൻസ്പെക്ടർ സാറേ, ഇവരെ വിട്ടേക്കൂ. ഇവർ കുട്ടികളാണ്. അടികൈ. താൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടല്ലോ, അത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമല്ല. സാധനങ്ങളൊക്കെ പൊട്ടിച്ചു, അതിന്റെ കാശ് കൊടുത്തേ മതിയാകൂ. സാർ
അങ്കിൾ കിഡ്നാപ്പ് ആയിരിക്കുകയാണ്. ഞങ്ങൾ അവരെ അന്വേഷിക്കുകയായിരുന്നു. ആ കിഡ്നാപ്പേഴ്സ് ഞങ്ങളെ പിന്തുടരുകയായിരുന്നു. അവൻ പറഞ്ഞത് ശരിയാണ്. അങ്കിൾ ഗുണ്ടകളുടെ സങ്കേതത്തിലാണ്. ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് രക്ഷപ്പെട്ടത്. അത് ശരി. അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്ത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? അതറിയില്ല സാർ, കാരണം അവരെന്നെ കണ്ണു കിട്ടിയാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. പക്ഷെ രക്ഷപ്പെട്ടു വന്നപ്പോൾ ആ സ്ഥലം കണ്ടു കാണുമല്ലോ, സംശയമുണ്ടോ? എടാ അത് പിന്നെ എന്റെ കണ്ണിൽ കെട്ടിയിരുന്ന തുണി ശകലം നീങ്ങിയപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത്. വഴി മാത്രം കാണാൻ പറ്റിയത് കൊണ്ട് ഞാൻ ഓടിപ്പോന്നു. കേട്ടല്ലോ, നിങ്ങൾ എല്ലാവരും എന്നെയല്ലേ കഴുതാന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് തുണിയെടുത്ത് കളഞ്ഞൂടായിരുന്നോ? ഭൂകമ്പത്തിൽ കെട്ടിടങ്ങളെല്ലാം തകർന്നു. പേടിയിൽ ഞാൻ തുണിയെടുത്ത് മാറ്റാൻ മറന്നു. അടികൈ. ഇൻസ്പെക്ടർ പാണ്ട, കണ്ടോ അങ്കിളിനെ അന്വേഷിച്ചു വന്ന കാര്യം? ഇപ്പോഴെങ്കിലും അങ്ങക്ക് മനസ്സിലായല്ലോ. പ്ലീസ് പ്ലീസ് ഞങ്ങളെ വിട്ടേക്കൂ. ദാ നോക്ക്, ഒരുപാട് നഷ്ടങ്ങൾ ഹോട്ടലിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് പോലീസ് കേസാണ്, ഞങ്ങൾക്ക് വിടാൻ കഴിയില്ല. എങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. കണ്ണ സാറേ ഓടിക്കോ. നിൽക്ക്, വെടിവെക്കരുത്. അവര് കുട്ടികളാണ്. ചെന്നവരെ കണ്ടുപിടിക്ക. രാവിലെ എഴുന്നേറ്റാൽ കുടിക്കണം നല്ല ചായ. ഇനി ഒരടി പോലും എനിക്ക് ഓടാൻ വയ്യ. അടികൈ. നമ്മൾ ഒരുപാട് അകലെയെത്തി. ഇനി അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. സർ, അവരെങ്ങനെയാണ് സാറിനെ കിഡ്നാപ്പ് ചെയ്തത്? എന്റെ കിറ്റി, ഞാൻ എന്റെ അങ്കിളിനെ അന്വേഷിച്ചാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത്. ഞാൻ അങ്കിളിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോ ഫോർമുല എന്റെ കയ്യിലാണെന്ന് കരുതിയാണ് അവന്മാർ എന്നെ കിഡ്നാപ്പ് ചെയ്തത്. ഫോർമുല ഫോർമുല ഫോർമുല. യഥാർത്ഥത്തിൽ ഈ ഫോർമുല എന്ത് ഫോർമുലയാണ്? അങ്കിൾ പുതുതായിട്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ മെമ്മറി ലോസ് ആവും. ഓ അത് ശരി, ഇപ്പോഴാ കാര്യം പിടികിട്ടിയേ. അപ്പോൾ ആ ഗുണ്ടകൾക്ക് ആ മരുന്ന് വേണം. ആരടുത്തെങ്കിലും മോഷ്ടിച്ചിട്ട് ആ മരുന്ന് അവരെ കുടിപ്പിക്കും. മോഷണം പോയവർ മറക്കുകയും ചെയ്യും. മോഷ്ടിച്ചത് ആരാണെന്ന് അറിയുകയുമില്ല. ഭൂമിയിൽ നിന്ന് ആരാണ് ആദ്യം ചന്ദ്രനിലേക്ക് ചെന്നത്? ഗുണ്ടകൾക്ക് അതുകൊണ്ടാണ് ഫോർമുല വേണ്ടത്. അടികൈ. ആ ഫോർമുല എന്റെ പക്കലുണ്ട്. ഞാൻ കള്ളം പറഞ്ഞതാണ്. എന്നാൽ ഈ കാര്യം നമ്മൾ ഗുണ്ടകളുടെ അടുത്ത് എത്തിക്കണം. ഫോർമുല എന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഇതറിയുമ്പോൾ ഗുണ്ടകൾ എന്റെ പുറകെ വരും. അപ്പോൾ നമുക്ക് അങ്കിളിനെ രക്ഷപ്പെടുത്താം. എന്നാൽ ഇക്കാര്യം എങ്ങനെയാണ് നമുക്ക് അവരെ അറിയിക്കാൻ കഴിയുക? TV മുഖേന. പ്രശസ്ത സയന്റിസ്റ്റ് കന്ന കടത്തപ്പെട്ടിരിക്കുന്നു ഒരു ഫോർമുലയ്ക്ക് വേണ്ടി. എന്നാൽ ആ ഫോർമുല ഇപ്പോൾ ബണ്ണിയുടെ പക്കലുണ്ട്. എത്ര മണ്ടന്മാരായ കിഡ്നാപ്പേഴ്സാണ് ഒരു ഫോർമുലയ്ക്ക് വേണ്ടി സയന്റിസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. യഥാർത്ഥ ബണ്ടൻ അങ്ങാണ് ബോസ്. സയന്റിസ്റ്റ് കനിയെ കിഡ്നാപ്പ് ചെയ്തത് നമ്മളാണ്. അങ്ങ് എന്താ അത് മറന്നുപോയോ? ഓഹോ, ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഞാൻ ഇന്നലെ മുതൽ ടെൻഷനിലാണ്. ഇങ്ങനെ എന്തിനാണ് ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നതെന്ന്. ബോസ്, അങ്ങയുടെ ഈ ഓർമ്മക്കുറവ് കാരണം ഒരു ദിവസം നമ്മൾ വലിയ ആപത്തിൽ ചെന്ന് ചാടും. എന്നാൽ എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. ഫോർമുല വെച്ചിരിക്കുന്ന അവരിപ്പോൾ TV സ്റ്റേഷനിലാണ് ഉള്ളത്. നമ്മുടെ ആൾക്കാരെ അയച്ച് ഉടൻ തന്നെ അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരൂ. ഗോ. I said go. ഈ വാർത്ത ആദ്യമായി നമ്മുടെ ചാനലിലാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. അത് നിങ്ങൾ ഓർക്കുക. പിന്നെ മിസ്റ്റർ ബണ്ണി, അദ്ദേഹത്തിന്റെ കൂട്ടുകാർ കിഡ്നാപ്പ് ചെയ്ത സയന്റിസ്റ്റിന്റെ അനന്തരവൻ എല്ലാവരും ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. മഴവെള്ളം കണ്ടാൽ മുറുക്കി ഉടുക്കണം മുണ്ട്. എന്തിനു വേണ്ടിയാണോ അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്തത് ആ ഫോർമുല ഞങ്ങളുടെ കയ്യിലുണ്ട്. അടികൈ. ശരി മിസ്റ്റർ ബണ്ണി, ഈ ഫോർമുലയിൽ അങ്ങനെ എന്താണ് ഉള്ളത്? ഇത് വളരെ രഹസ്യമാണ്. ഈ ഫോർമുല ഞങ്ങൾ ആർക്കും കൊടുക്കില്ല. ആ ബാഗ് പൂച്ചയുടെ കയ്യിലാ ഉള്ളത്. ആ പൂച്ചയാണെങ്കിൽ TV സ്റ്റേഷനകത്താ ഉള്ളത്. വേഗം വാ, നമുക്ക് TV സ്റ്റേഷനിലേക്ക് പോകാം. എല്ലാവരും വേഗം വരൂ. നമുക്ക് ഉടൻ TV സ്റ്റേഷനിൽ എത്തണം. എന്നിട്ട് കുറ്റവാളികളെ നമുക്ക് അറസ്റ്റ് ചെയ്യണം. വരൂ.
രാത്രിയിൽ എന്തിനാണ് കള്ളൻ വീട് കയറി കക്കുന്നത്? ഒരാവശ്യവുമില്ല. നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അടികൈ, അതവർ വന്ന് നമ്മളെ കൊണ്ടുപോകാനാ. ഈ അവർ ആരാണ്? അവർ തന്നെ, അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്ത അവർ തന്നെ. ആ, ഒരു പ്രശ്നം ഉണ്ടാക്കാതെ മര്യാദക്ക് വാനിൽ കയറിയിരിക്കുക. എന്തിന്? നിങ്ങളെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്യുകയാണ്. കൊച്ചളിയാ, ഇവർ കിഡ്നാപ്പ് ചെയ്യാൻ വന്നിരിക്കുക. തല്ലോ. എടാ വേണ്ട, എടാ വേണ്ട, എടാ നിൽക്ക്. ഇവരെ നമ്മൾ അങ്കിളിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുള്ളൂ. കൊച്ചളിയാ, ഇവർ നമ്മളെ കിഡ്നാപ്പ് ചെയ്യാൻ പോവാണ്. ഈ കിഡ്നാപ്പ് നടക്കാൻ പാടില്ല. ഇവരുടെ പ്രശ്നം എന്താണ്? ഇവരെന്തിനാ നമ്മളെ രക്ഷിക്കുന്നേ? ഒരു മിനിറ്റ്, ഇവരുമായിട്ട് നമ്മൾ ഇതിന് അടി ഉണ്ടാക്കുന്നേ? രത്നത്തിന് വേണ്ടിയാണ് ബോസ്. അത് ശരി. രത്നം വെച്ച് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആദ്യം അതൊന്ന് പറഞ്ഞു തരൂ. ഇങ്ങനെ കൊണ്ട് തോറ്റു. അത് നമുക്ക് വിൽക്കേണ്ടതാണ്. കാശ് കിട്ടുന്ന കാര്യമാണ്. ഓ യാ, എനിക്കിപ്പോഴാണ് കാര്യം ഓർമ്മ വന്നത്. കൊല്ല. ബോസ്, ഞങ്ങൾ നിങ്ങളുടെ ആൾക്കാരാണ്. സോറി സോറി, എന്നോട് ക്ഷമിക്ക്, ഞാൻ മറന്നുപോയി. വേഗം വണ്ടി ഓടിക്ക. ഈ റേസ് നമുക്ക് തന്നെ ജയിക്കണം. അവരുടെ മുമ്പിൽ പോ, മുമ്പിൽ പോ. റേസ് അല്ല ബോസ്, നമ്മൾ അവരെ പിന്തുടരുക. നമ്മുടെ രത്നങ്ങളെല്ലാം അവരുടെ വാനിലാ ഉള്ളത്. അതാ പോകുന്നു. വേഗം പുറകെ പോ. സബാഷ്. ബൈ ദ ബൈ, ആരാണ് ഇവരൊക്കെ? ഫോർമുല കയ്യിൽ വെച്ചിരിക്കുന്നത് ഇവരാണ് ബോസ്. അല്ല, എന്ത് ഫോർമുല? അങ്ങ് വീണ്ടും മറന്നു. നമുക്ക് ഓർമ്മ കെടുത്താനുള്ള ഫോർമുല വേണം ബോസ്. എന്റെ ഓർമ്മ ഇപ്പോൾ തന്നെ പോയി കിടക്കുകയല്ലേ. പിന്നെ ആ ഫോർമുല വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാണ്? ജനങ്ങളെ കൊള്ളയടിച്ച് നമുക്ക് അവരുടെ ഓർമ്മകളെല്ലാം നശിപ്പിക്കണം. ഓക്കെ, എനിക്ക് വേണം ആ ഫോർമുല. എടാ ബന്നി, ആ ഫോർമുല ഇവർക്ക് കൊടുക്കരുതാ. എനിക്ക് ഫോർമുല വേണം. ആദ്യം അങ്കിളിനെ വെറുതെ വിട്. എന്നോട് തന്നെ ആജ്ഞാപിക്കുകയാണോ? ഇന്ധനം ഒഴിച്ച് വാഹനങ്ങൾ ഓടിക്കൂ. അങ്കിളിനെ വിട്ടില്ലെങ്കിൽ ഫോർമുല ഞങ്ങൾ നശിപ്പിക്കും. അടികൈ. വേണ്ട, അങ്ങനെ ചെയ്യരുത്. ഫോർമുല നശിപ്പിക്കരുത്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ വിട്ടയച്ചേക്കൂ. കൊച്ചളിയാ, ഇവര് അങ്കിളിനെ സ്വതന്ത്രനാക്കാൻ പോവാണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാ? നിന്റെ കയ്യിലാണെങ്കിൽ ഫോർമുലയൊന്നും ഇല്ലല്ലോ. എന്താ പറഞ്ഞത്? എല്ലാവരെയും ബന്ദിയാക്കൂ. ഓടിക്കോ, പിടിക്കൂ. യാഹൂ! ഞാൻ പണ്ടേ വാങ്ങിച്ചു നല്ലൊരു ബ്ലാക്ക് ബെൽറ്റ്. എന്റെ അടുത്ത് വേണ്ട നിങ്ങളുടെ ഫൈറ്റ്. എന്റെ അമ്മച്ചിയേ! Let's continue.
ഓടിക്കോ. എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ കയ്യിൽ തോക്കുണ്ട്. ആരാണിവർ? ഫോർമുല എനിക്ക് കിട്ടിയേ പറ്റൂ. ഇല്ല, അത് നടക്കില്ല. ഫോർമുല എനിക്ക് വേണം. അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്തത് ഞാനാണ്. ഫോർമുല എനിക്ക് വേണം. ഇതെന്താ നിന്റെ അങ്കിളാണോ? ആണെങ്കിൽ എടുത്തോ, പക്ഷെ ഫോർമുല എനിക്ക് വേണം. അത്രയ്ക്കായോ നീ? എന്നാ പിടിച്ചോ. എന്നാ ഇതാ പിടിച്ചോ. എന്നാ പിടിച്ചോ. ഇന്നാ പിടിച്ചോ. എന്നാ ഇത് പിടിച്ചോ. എന്നാ ഇതും കൂടെ പിടിച്ചോ. ഇത് പിടിച്ചോ. ഇന്നാ പിടിച്ചോ. എന്നാ ഇത് പിടിച്ചോ. ഇന്നാ പിടിച്ചോ. ഇന്നാ പിടിച്ചോ. അല്ല, നമ്മൾ ഏത് ഫോർമുലയ്ക്ക് വേണ്ടിയാണ് ഈ വഴക്കിടുന്നത്? ബോസ്, നമുക്ക് വേണ്ടത് ഓർമ്മ നശിപ്പിക്കുന്ന ഫോർമുലയാണ്. അതെ, ഫോർമുല എന്റേതാണ്. നമ്മൾ ഇവിടെ ഫോർമുല വാങ്ങാൻ വന്നതല്ല, ആ പൂച്ചയിൽ നിന്ന് രത്നം വാങ്ങാൻ വന്നതാണ്. പൂച്ചയുടെ കയ്യിൽ രക്തമോ? എങ്കിൽ ആ രക്തം എനിക്ക് തന്നെ വേണം. എന്റെ അമ്മ രക്ഷപ്പെട്ടു. എവിടെ പോയടാ? നീ ഇവിടെ നിക്ക്, ഞാൻ പോയി ഉടൻ തന്നെ കണ്ടുപിടിച്ചേക്കാം. ഇത് എന്റെ താവളമാണോ അതോ ഏതെങ്കിലും സർക്കസ് കൂടാരമാണോ? കണ്ടില്ലേ എല്ലാവരും കിടന്ന് കളിക്കുന്നത്? ദാ നോക്ക്, ഇനി ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. കണ്ടില്ലേ, എന്റെ തലയിൽ വെള്ളമെടുത്തൊഴിക്കുകയാണ്. അടിക്ക്. ആദ്യം പോലീസുകാരെ അടിച്ചോടിക്ക്. നമ്മുടെ പ്രശ്നം പിന്നെ പറഞ്ഞു തീർക്കാം. എനിക്ക് തോന്നുന്നത് കുറച്ച് പോലീസുകാരെ കൂടി കൊണ്ടുവരാമായിരുന്നെന്നാ. ഓടിക്കോ, ഇത് നല്ല ചാൻസ് ആണ്. സംശയമുണ്ടോ? ഇല്ല, നമുക്ക് അങ്കിളിനെ രക്ഷിക്കണം. അടിക്ക. ഹായ്, എന്ത് സൗന്ദര്യമുള്ള പൂച്ചയാ. ഓ,
എല്ലാവരും പിടിക്ക് പിടിക്ക്. എല്ലാ കുട്ടികളെയും വേഗം പിടിക്കൂ. എന്തായാലും നല്ല പണിയാണ് ചെയ്തത്. കമ്മീഷണർ ദയാൽ റിപ്പോർട്ടിംഗ് സാർ. എടാ മണ്ട, നീ എന്നെ മണ്ടനെന്ന് കരുതിയോ? ഏതെങ്കിലും കമ്മീഷണർ കീഴ് റാങ്കിലുള്ളവർക്ക് സല്യൂട്ട് ചെയ്യുമോ? അത് ശരി. അപ്പോൾ ഞാനിപ്പോ കമ്മീഷണർ അല്ലെങ്കിൽ ഞാൻ പിന്നെ ആരാണ്? ഡോൺ, അങ്ങ് ഡോണാണ്. ലോകത്തിലുള്ള എല്ലാ പോലീസും അങ്ങേ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പൊ ഇവരങ്ങേ പിടിച്ചത്. സത്യം പറയടാ, നീ ആരാണ്? നിന്നെ ഇതിനു മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. സാറേ, ഞങ്ങൾ ഇവിടെ നെയ് വെക്കാൻ വേണ്ടി വന്നവരാണ്. വീണ്ടും മറന്നു ബോസ്, നമ്മൾ ഇവിടെ വന്നത് രത്നം അന്വേഷിച്ചാണ്. എന്റെ പൊന്നെ, ഞാൻ മറന്നതല്ല. രക്ഷപ്പെടാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞതാ. മാനിനെ ഓടിച്ച സിംഹം അതിനെ കൊന്നു. ഈ ഫോർമുലയുടെ ഇടയ്ക്ക് രത്നം എവിടുന്ന് വന്നു? അടികൈ. ഞങ്ങൾ ഇവിടെ രത്നം സ്മഗിൾ ചെയ്യാൻ വന്നതാണ്. എന്നാൽ ഈ പൂച്ച അവരുടെ ബാഗിന് പകരം ഞങ്ങളുടെ ബാഗാണ് എടുത്തുകൊണ്ട് വന്നത്. രത്നം എന്റേതാണ്. രത്നം എന്റേതാണ്. അപ്പോൾ എന്റേത് എന്താണ്? അതെനിക്ക് എങ്ങനെ അറിയാം? ഫോർമുല നിന്റേതായിരിക്കും. അത് ശരി. എന്നാ പിടിച്ചോ. എന്തൊരു സുഖം. അതെ. ഒരു കേസ് സോൾവ് ചെയ്യാൻ വന്നപ്പോ രണ്ടെണ്ണം സോൾവ് ആയി. എല്ലാത്തിനും പിടിച്ച് വണ്ടി കയറ്റ്. വേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് ഉപകാരമാണ് ചെയ്തത്. അതെ, ഇവര് എന്നെയും ഫോർമുലയും രക്ഷിച്ചിരിക്കുകയാണ്. ഉഴുത പാടത്തിൽ മാത്രമേ ഞാറ് നടൂ. ഇൻസ്പെക്ടർ ഈ പാവം കുട്ടികളെ വെറുതെ വിടൂ. അടികൈ. ഞാൻ അടിക്കാം, തീർച്ചയായും അടിക്കാം. എന്നാൽ അത് തന്റെ ഈ പൊട്ട കവിതയ്ക്ക് വേണ്ടിയല്ല, ഈ കുട്ടികൾക്ക് വേണ്ടി. ഇവര് കാരണമാണ് രണ്ട് അപകടം പിടിച്ച ഗ്യാങ്ങിനെ പിടികൂടാൻ സാധിച്ചത്. നല്ല രസമുണ്ട് സർദാറേ. നീ അടിപൊളിയാണ്, സൂപ്പറാണ്. ഓ യെസ്. ഞാൻ പറഞ്ഞു വരുന്നത് നീ പൊളിഞ്ഞു പോയ സോർദാറാണെന്ന്. എന്ത്? പൊളി 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 അടിപൊളി സോർദാറാണെന്ന്. എന്തായാലും നീ കണ്ടുപിടിച്ച സ്ഥലം കൊള്ളാം. ഇത് സൂപ്പർ ട്രിപ്പാണ്. ആ പറഞ്ഞത് ശരിയാ. നീ ഒരു വെടിച്ചില്ല സ്ഥലത്തേക്കാ കൊണ്ടുവന്നത്. ഞാൻ ഇപ്പൊ വെടി പൊട്ടുന്നതിന്റെ സൗണ്ടും കേട്ടായിരുന്നു. എടാ, ഈ ടയർ പഞ്ചറായി പോയി. എന്റെ ചെങ്ങാതി, എന്ത് പണിയായി കാണിച്ചത്? അടിക്കുന്നതിന് മുമ്പ് ഒരു വാണിംഗ് പോലും തന്നില്ലല്ലോ. നിങ്ങൾ ഒരിക്കലും ഒരു വലിയ ഗുണ്ടയൊന്നും ആവത്തില്ല. വലിയ ഗുണ്ടകളാണെങ്കിൽ ആദ്യം ഫോൺ ചെയ്യും, പിന്നെ ഭീഷണിപ്പെടുത്തും, അതിനുശേഷം അറ്റാക്ക് ചെയ്യും, എന്നിട്ടാണ് കൊള്ളയടിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയൊക്കെയാ കാര്യങ്ങൾ ചെയ്യുന്നേ. പോ 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 പോ. ആദ്യം പോയി കോൾ ചെയ്യേ, എന്നിട്ട് കൊള്ളയടിക്കേ. ഒന്ന് പോടേ. ഞങ്ങള് മണ്ടന്മാരെന്ന് കരുതിയോ? നീ അതിന് ഞങ്ങൾക്ക് ഫോൺ നമ്പർ ഒന്നും തന്നില്ലല്ലോ. ആഹാ, കൊള്ളാലോ. താനൊരു വലിയൊരു ഇന്റലിജന്റ് ആണ്. എന്നാ ശരി, നമ്പർ എഴുതിക്കോ. 124 421 225 9211. താങ്ക് യു. ഫോൺ വിളിക്കുമ്പോ എടുക്കാൻ മറക്കണ്ട. എടാ കഴുതകളെ, നിങ്ങൾ ഫോൺ വിളിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെടില്ലേ? കഴുത നീയാണ്. ഓടി രക്ഷപ്പെടാനാണെങ്കിൽ നമ്പർ എന്തിനാ തന്നത്? പിന്നെ ഈ ഐഡിയ പറഞ്ഞു തന്നതിന് ശേഷം എന്തിനാ നമ്പർ തന്നത്? അടിപൊളി. നിങ്ങൾ എല്ലാവരും ബുദ്ധിമാന്മാരാണ്, സമർത്ഥരാണ്, മണ്ടന്മാരുമാണ്. അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് കലാകാരന്മാരെന്നാ. ചെല്ല, എന്നിട്ട് കോൾ ചെയ്യാൻ നോക്ക് ഞങ്ങളെ. എന്റെ ദൈവമേ, ആ ഗുണ്ടകള് അള്ളുവച്ച് 4 ടയറും പഞ്ചറായി കളഞ്ഞു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാ ഷോർട്ട് കട്ടി കൂടെ പോകണ്ടെന്ന്.
ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു പോകുന്ന വഴികൾ പോലും നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മളെ സഹായിക്കണമെന്നില്ല. അത് വഴിതെറ്റി വന്ന കുഞ്ഞിനെ പോലെ അന്തം വിട്ട് നമ്മളെ നോക്കി നിൽക്കും. സംശയമുണ്ടോ? എന്റെ പൊന്നു പോപ്പട്ടെ, നീ ജ്ഞാനി. ഞാനോ? മഹാജ്ഞാനി. തന്നെ? ബുദ്ധിമാൻ. എന്നെ കൊണ്ട് ഞാനങ്ങ് തോറ്റു. ഇതൊന്നും അല്ലടാ പോട്ടാ, നീ വേസ്റ്റ്. നേരെ അങ്ങ് ഇരുട്ടാറായി, നമ്മളങ്ങ് കാട്ടി കുടുങ്ങിയിരിക്കുക. വണ്ടിയുടെ ടയർ ആണെങ്കിൽ പഞ്ചറുമായി. ആ നേരത്തെ നിന്റെ ഒരു ജ്ഞാനം. അതെ, പോയി ടയർ എടുത്തോണ്ട് വന്നോളൂ നിനക്ക്. എടാ എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ ഈ പോപ്പട്ടിനെ പൊരിച്ചു തിന്നോ. ഇവനെ കൊണ്ട് ഒരു ഗുണമില്ല. ഒന്നില്ലെങ്കിലും വിശപ്പ് മാറ്റാനെങ്കിലും ഉപകരിക്കുമല്ലോ. അങ്ങോട്ട് നോക്കേ. ഞാൻ കണ്ടു ഭക്ഷണം. അവിടെ കഴിക്കാൻ നല്ല ഭക്ഷണം കിട്ടും. അത് മാത്രമല്ല രാത്രി താമസിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. പക്ഷെ നമ്മളെങ്ങനെ അങ്ങോട്ട് പോവാ? വണ്ടി പഞ്ചറായി പോയില്ലേ? എടാ ടയറാ പഞ്ചറായിരിക്കുന്നത്, അല്ലാതെ നമ്മുടെ കാലല്ല. സംശയമുണ്ടോ? നടക്കണം അങ്ങോട്ട്. ഓഹോ, അപ്പോ ഇതാണ് ആ മാപ്പ് അല്ലേ? ഈ താവളം എന്റെ കൂട്ടുകാരൻ മൻസൂർ ജയിലിൽ പോകുന്നതിന് മുമ്പ് ഉണ്ടാക്കിയതാണ്. മ്യൂസിയത്തിൽ നിന്ന് മോഷ്ടിച്ച പ്രതിമകളെല്ലാം ഇവിടെയാണ് അവൻ ഒളിപ്പിച്ചിരിക്കുന്നത്. ഈ മാപ്പ് അവിടേക്കുള്ളതാണ്. ഇത് ഞാൻ തകർക്കും. ഇയാൾ എന്നെക്കാളും വലിയ കഴുതയാണെന്ന് തോന്നുന്നേ. തകർക്കാനാണെങ്കിൽ പിന്നെ ആ പ്രതിമ എന്തിനാണ് മോഷ്ടിച്ചത്? എടാ മല്ലയ്യ, പിടിക്കവരെ. എടോ, തന്റെ സൈസ് ഒന്ന് നോക്ക്. പേരാണ് മല്ലയ്യ. എന്റെ അച്ഛനും അമ്മയും കൂടെ ചെറുപ്പത്തിൽ ഇരിക്കട്ടെ പേരാണത്. അവർ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ലല്ലോ ഞാൻ വലുതാവുമ്പോ തീരെ ചെറുതായിരിക്കുമെന്ന്. എടാ അധികം ചിരിക്കല്ലടാ. തന്റെ ബോസ് വരെ ചിരിക്കുന്നുണ്ടല്ലോ. അയ്യോ ഇല്ല മല്ലയ്യ, എന്റെ പല്ലിന്റെ സ്റ്റൈൽ അതല്ലേ. നീ അവരെ പിടിക്കാൻ നോക്ക്. ഒരു പേരിലൊന്നും വലിയ കാര്യമില്ല മല്ലയ്യ. വേണമെങ്കിൽ ആ പേരൊന്ന് മാറ്റിയേക്ക്. പേര് സ്യൂട്ടല്ല. സംശയമുണ്ടോ? എന്തൊരു പേടി. തനിക്ക് ആർമിയിലൊന്ന് ശ്രമിച്ചുകൂടായിരുന്നോ? താനാദ്യം ക്യാപ്റ്റൻ ആവും, പിന്നെ മേജർ ആവും. എനിക്ക് തോന്നുന്നത് താനൊരു ബ്രിഗേഡിയർ ആവും. ബ്രിഗേഡിയർ. അല്ല തന്റെ പേരെന്താ? പുഞ്ചിരി പുഷ്പൻ. പേരെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും പുഞ്ചിരിക്കോ? ദാ തന്റെ ആൾക്കാരോട് തല്ലി കൊള്ളുക. ഞാൻ ചിരിക്കല്ല, എന്റെ പല്ല് പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്. തകർത്ത് കളയും ഞാൻ. താനെങ്ങനെ തന്നെ തകർക്കുന്നേ? ആ കാര്യം ഈ ഞാൻ ഏറ്റു. എടാ മല്ലയ്യ, വിസിലടിക്കേ. അകത്തുള്ള കാറ്റ് മാത്രമല്ലേ പുറത്തേക്ക് വരത്തുള്ളൂ. ഞാൻ വിസിലടിച്ചാ മതിയോ? യൗമാര മ്യൂസിയത്തിലെ പ്രതിമകളുടെ രഹസ്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഒരുത്തരും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. ഓടിച്ചു കളഞ്ഞേക്ക്. കൂട്ടുകാരെ, ശത്രുക്കൾ ഒരുപാടുണ്ടെങ്കിൽ മുണ്ടും മടക്കി കുത്തി ഓടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആവേശം കാണിക്കരുത്. സംശയമുണ്ടോ? എടാ കഴുതേ, മടക്കി കുത്താൻ മുണ്ടൊന്നുമില്ല. രക്ഷപ്പെടാനും പറ്റൂല. ഫൈറ്റ് ചെയ്തോ. ധൈര്യം ഉണ്ടെങ്കിൽ മേടിക്കുതാൻ. മാപ്പ് എന്റെ ക്യാപ്പിലുണ്ട്.
മേപ്പ് അവന്റെ കയ്യിലാണ്. മോഷ്ടിച്ച പ്രതിമകളുടെ അടുത്തെത്താനുള്ള വഴി അവന്റെ കയ്യിലാണ്. പിടിക്കവന്, എന്നിട്ട് ആ മേപ്പ് വാങ്ങിച്ചെടുക്ക. അടിപൊളി തക്കാളി. ഇവര് ഒരുപാട് പേരുണ്ട്. എന്തായാലും മാപ്പ് കിട്ടിയില്ലേ? വേഗം പുറത്ത് കിടക്കാൻ നോക്ക്. ഈ ജനലിൽ കൂടി പുറത്തു പോവാം. ഓടിക്കളഞ്ഞു. എടാ അവന്മാരെ മേപ്പും കൊണ്ടോ ഓടിയത്. അവന്മാരെ പിടിക്ക, അല്ലെങ്കിൽ നിന്നെ തകർക്കാൻ ഞാൻ. നമ്മളെന്തിനാ കാട്ടിലൂടെ വന്നത്? നല്ല വഴിയിലൂടെ നന്നായിട്ട് ഓടായിരുന്നില്ലേ? എടാ നമുക്ക് കാട്ടിലൂടെ ഓടി ഒളിക്കാൻ പറ്റുമല്ലോ. അവിടെ നോക്കാം. ദേ അവിടെ ഉണ്ട്. വാ നോക്കാം. അവിടുന്ന് ആ ഭാഗത്തോട്ടാ പോകുന്നേ. ഓടിക്കോ. ഹണി, അവിടുന്ന് ആ ശബ്ദം കേട്ടത്. വേഗം വാ, തകർത്ത് കളഞ്ഞാൻ. ഇങ്ങോട്ട് വാടാ, അല്ലെങ്കിൽ കുറച്ചു നാൾ കഴിയുമ്പോ നീ ഈ പരുവാവും. സംശയമുണ്ടോ? എടാ ഞാനൊരു വെജിറ്റേറിയനാണ്. ഓക്കെ, എന്നാ പിന്നെ തന്താ ഇത് പിടിച്ചോ. തകർത്ത് കളഞ്ഞു. ഇതുവരെ അവന്മാരെ പിടിച്ചിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെ അവന്മാരെ തകർത്ത് കളഞ്ഞത്? എടാ എന്റെ മൂക്ക് തകർത്ത കാര്യോ പറഞ്ഞത്. അവന്മാരെ വേഗം പിടിക്കാൻ നോക്ക്. നിക്കവിടെ. എന്താണോ നോക്കി നിൽക്കുന്നേ? ചാട്. എടാ അവന്മാര് ട്രെയിനിലേക്ക് ചാടിയിരിക്കാ. ജീവിതം എന്ന വഞ്ചി നമ്മുടെ കയ്യിൽ നിന്നും ഒരിക്കൽ വിട്ടുപോയാൽ അത് തിരികെ വരാൻ വളരെ പ്രയാസമാണ്. സംശയമുണ്ടോ? പക്ഷെ നമ്മുടെ പുറകെ ഫോളോ ചെയ്ത് വരുന്നവന്മാരില്ലേ, അവന്മാർ ഉറപ്പായിട്ടും വരും. എന്റെ കൂട്ടുകാരെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഗുണ്ടകളെങ്ങാണ്ട് നമ്മളെ പിടിച്ചു കഴിഞ്ഞാല് അയ്യോ. മാറി നിൽക്ക്, തകർത്ത് കളഞ്ഞാൽ. ഞങ്ങളിതാ തകർക്കുമല്ലേ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. എന്റെ അമ്മേ കൊച്ചളിയ, അവന്മാര് നമ്മളെ തകർത്ത് കളഞ്ഞു. ആലോചിച്ചാ പേടിക്കാനാ നേരം കാണുള്ളൂ. നമ്മൾ പിടിക്കപ്പെട്ട മാപ്പ് അവന്മാരെടുക്കും. പിന്നെ ഇത്രയും വലിയൊരു മോഷണം ഒരിക്കലും പിടിക്കപ്പെടില്ല. ഓടിക്കോ. പോന്നു, പിടിക്കോമാരെ.
കൂട്ടുകാരെ നിക്ക്. ഒരു വശത്ത് ഗുണ്ടകള്, ഒരു വശത്ത് TC. ഇനിയിപ്പോ നമ്മൾ എന്താണ് ചെയ്യുക? നമുക്ക് തൽക്കാലം വേഷം മാറാം. ടിക്കറ്റ് വേഗം ടിക്കറ്റ് കാണിക്കേ. അങ്കിളെ ടിക്കറ്റ് ഒക്കെ മമ്മിയുടെ കയ്യിലാ. ദാ തൊട്ടടുത്ത ബർത്തിലാ മമ്മി ഉള്ളത്. അവര് നമ്മളെ കണ്ടുപിടിച്ചില്ലല്ലേ? കൊച്ചളിയ, ഈ ഗുണ്ടകളെ നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പൂച്ചയുടെ തൊപ്പി കണ്ടോ? അത് നോക്ക്, അതവന്മാര് തന്നെയാ. പിടിക്കവന്മാരെ. കഴിക്കാൻ വേണ്ടിട്ട് ഒരെണ്ണം എടുത്തേക്കാം. കള്ള, എന്റെ പേരാണ് ഡയാന. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടഞ്ഞ കൊമ്പനാ. ആന്റി ആന്റി, ഞങ്ങള് കൊച്ചി റാണിയുടെ കൊച്ചുമക്കളാണ്. വല്ലാത്ത വിശപ്പുമായിരുന്നു. ഞങ്ങള് പാവങ്ങളാണ്, 4 ചെറിയ കുരുന്നുകളാണ്. വഴി തെറ്റി വന്നതാണ്. നിർഭാഗ്യം ട്രെയിൻ പോലെ വന്ന് ഞങ്ങളെ ഇടിച്ചിട്ടു. ഞങ്ങൾ തെറിച്ചു വന്ന് ട്രക്കിൽ വീണു. സംശയമുണ്ടോ? ഓ, ഐ ആം സോ സോറി. ഞാൻ നിങ്ങളെ ഒരുപാട് പേടിപ്പിച്ചു. അത് ഞങ്ങളെ പേടിച്ചിട്ട് വേണ്ടേ? ഈ തോക്ക് കണ്ടപ്പോ ചെറിയൊരു ഭയം മനസ്സിൽ തോന്നിയായിരുന്നു. എന്റെ പേരാണ് ഡയാന. ഇടഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊമ്പനാ. പക്ഷെ എനിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ്. വാ വാ, അകത്തേക്ക് വാ. അയ്യോ, ഞങ്ങൾക്ക് അകത്തേക്കല്ല, പുറത്തേക്കാണ് പോകേണ്ടത്. പുറത്തേക്ക്. ആ, സമയമെന്ന കടൽ ഞങ്ങളുടെ ജീവിത നൗകയെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. യാത്രയാണ് ഞങ്ങളുടെ ജോലി, സന്തോഷമാണ് അതിന്റെ കൂലി. വരൂ കൂട്ടുകാരെ, പോകാം. അയ്യോ, വിശപ്പുണ്ട്, നല്ല ക്ഷീണമുണ്ട്. വരൂ വരൂ, അകത്തേക്ക് വരൂ. ഫാമിൽ നിന്നും നല്ല ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കി തരാം. ഫ്രൂട്ട് കേക്ക്. താങ്ക് യു ആന്റി. എടാ മണ്ടന്മാരെ, ആന്റി എത്ര സ്നേഹത്തോടെ നമ്മളെ വിളിച്ചോണ്ടിരിക്കുന്നത്. മുതിർന്നവർ പറയുന്നത് നമ്മൾ കേൾക്കണം. എന്നാൽ നമുക്ക് പോയാലോ ആന്റി? എന്റെ കൂട്ടുകാരെ, ഈ ആർത്തി പണ്ടാരം നമ്മളെ കൊടുക്കുവോ? ആഹാ, അടിപൊളി. ഇവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടല്ലോ. അത് ഹണി ബഡിയുടേതാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരാണല്ലോ ഹണി ബണി. കൊള്ളാലോ, നിങ്ങളാണോ ഹണി ബണ്ണി? അതുകൊണ്ടാ എനിക്ക് നിങ്ങളെ ഇത്രയും ക്യൂട്ടായിട്ട് തോന്നിയത്. ദാ നോക്ക്, എന്റെ ഹണിയുടെയും ബണ്ണിയുടെയും ഫോട്ടോ. ദാ കാണുന്നതാണ് ഹണി, ഇത് ബണ്ണി. വെറും പേര് മാത്രമല്ല, പല്ലും അതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ഇപ്പൊ എവിടെയാണ്? അതൊരു കഥയാ മക്കളെ. 2 തെമ്മാടികൾ വീട്ടിൽ വേലക്കാരായി വന്നു. എന്നിട്ട് എന്റെ ഹണിയും ബണ്ണിയും മോഷിച്ചുകൊണ്ടുപോയി. അന്ന് മുതലാ ഞാൻ ഈ തോക്ക് കൈ കൊണ്ട് നടക്കുന്നത്. ആരെങ്കിലും വേഷം മാറി വന്നാൽ അവരെ ഞാൻ ഈ തോക്ക് കൊണ്ട് വെടിവെച്ചിടും. ഞാൻ ഇപ്പോഴും ആ കള്ളന്മാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. അവരുടെ പേരാണ് പോപ്പട്ട്ലാലും സോദാ സിംഗും. അതിരിക്കട്ടെ മക്കളെ, നിങ്ങൾ ആരും ഇതുവരെ നിങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ തയ്യാറാം. ഞാൻ ശാന്താറാം. ഇതോ ഇതെന്റെ ഭർത്താവാണ്. അതെന്തായാലും നന്നായി. ശരി ആന്റി, ഞങ്ങൾ എന്താ പോയച്ചു വരാം കേട്ടോ. അയ്യോ, അപ്പൊ ഫ്രൂട്ട് കേക്കോ? എന്റെ വയറ് നിറഞ്ഞു ആന്റി. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പല്ല് പുറത്താണെന്നേ ഉള്ളൂ. അദ്ദേഹം കടിക്കുകയൊന്നുമില്ല. ഞാൻ ഇവരെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. നിങ്ങൾ അവരുടെ കാര്യം വിട്. ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങൾ എവിടെയായിരുന്നു?
അത് പിന്നെ ഞാൻ പറ, എവിടെയായിരുന്നു? അത് പിന്നെ ഞാൻ ഉത്തരം പറയാൻ പറയാം. എന്ത് പറയാമെന്നോ? തനിക്ക് ഇത്രമാത്രം ധൈര്യമോ? എന്നോട് താ ഉത്തരം പറയോ? അയ്യോ ഇല്ല. ഉത്തരം പറയില്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും താ ഉത്തരം പറയില്ലേ? ഞാൻ ബംഗ്ലാവ് വൃത്തിയാക്കാൻ പോയിരിക്കായിരുന്നു. ഹാ നിങ്ങൾ ബംഗ്ലാവ് വൃത്തിയായിക്കൊണ്ട് നടന്നോ? വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ. ഡമ്മി ആപ്പിള് കഴിക്കുന്നോ? നിങ്ങൾ എന്താ തെളിയിക്കാൻ ശ്രമിക്കുന്നത്? ഞാനൊന്നും കഴിക്കാൻ തരുന്നില്ലെന്നാണോ? അങ്കിൾ ഇത്രയും വഴക്കേട്ടിട്ട് നിന്ന് ചിരിക്കുന്ന കണ്ടില്ലേ? ഇത് ഞാൻ ചിരിക്കുന്നതല്ല, എന്റെ പല്ല് പണ്ടേ അങ്ങനെ തന്നെയാ. വിശപ്പുള്ളവന് ഭക്ഷണം ചന്ദ്രനെ പോലെയാണ്. അവൻ എന്താണോ കിട്ടുന്നത് അതിന് തിളക്കം കൂടും. സംശയമുണ്ടോ? കൊള്ളാം, അതിനെങ്കിലും ഉപകരിച്ചല്ലോ. ഞാൻ ഒരു കാര്യത്തിന് ഉപകാരമില്ല. എടോ മനുഷ്യ, നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? കുട്ടികൾ വിശന്നിരിക്കുക, അവർക്ക് ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കാനായി വേഗം ഫ്രൂട്ട്സ് കൊണ്ടുവരൂ. വേണ്ട, ഞങ്ങൾ ഇപ്പൊ തന്നെ പോവാ. ആ നല്ല വിശപ്പില്ലേ, കഴിച്ചിട്ട് പോയാ മതി. നമ്മള് പെട്ടടാ ഇവിടെ. എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റൂ. അല്ല, ഈ തൊപ്പി ഇതെന്റെ മുത്തച്ഛൻ തന്നതാ. മാർക്കറ്റിലുള്ള എല്ലാ കടകളിലും ഇത് കിട്ടും. ഒരുപാട് പേര് ഈ തൊപ്പി വെക്കാറുള്ളതാ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം. എടാ, നമുക്ക് കേക്ക് കഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പോകാവടാ. ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ ഈ വാതിൽ തുറക്കടാ. ഞങ്ങളോട് ചാലഞ്ച് ചെയ്യുന്നു. നിക്ക്, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. വേണ്ട. ഈ മേപ്പ് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു? അപ്പൊ നിങ്ങൾ അവന്മാര് തന്നെ തകർത്ത് കളയാൻ. ഇവിടെ എന്താ ഈ നടക്കുന്നത്? അത് പിന്നെ ഞാൻ ഈ കുട്ടികളോടൊപ്പം ഓടിത്തൊട്ട് കളിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളോട് ഫ്രൂട്ട്സ് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? വേഗം പോയി കൊണ്ടുവാ. അയ്യോ, എന്തോ കരിയുന്ന പണം വരുന്നുണ്ട്. അയ്യോ, അതെന്റെ കേക്കാ. അയ്യോ, അയാള് ഫ്രൂട്ട്സ് കൊണ്ടുവരാൻ പുറത്തേക്ക് പോയിരിക്കുക. ഇത് തന്നെയാണ് അവസരം. നിക്കവിടെ, തകർത്ത് കളയും ഞാൻ. ഇടം മല്ലയ്യ, എല്ലാവരും മാർക്കറ്റിലേക്ക് വിട്ടോ. അവന്മാർ ആ വഴിക്കാ പോയത്. പിടിച്ചേ. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഈ കൊന്ത്രമ്പലൻ അങ്കിള് ഞങ്ങളെ തല്ലുന്നേ. രക്ഷിക്കണേ. എടോ, പിള്ളാരെ തല്ലുന്നോ? അടിയടാ ഇവനെ. നിങ്ങളൊക്കെ മാറിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ ആ പിള്ളേരെ നോക്കിക്കോ.
എന്നെങ്ങനെ ശരിക്കും ഇടിക്കല്ലേ, തകർത്ത് കളയും ഞാൻ. എന്റെ പൊന്നു സാറേ, പബ്ലിക് കൈവച്ച സാർ ഇല്ലാതായി പോവും. ഒന്ന് സഹിക്ക്, പിള്ളേര് നമ്മുടെ കസ്റ്റഡിയിലായില്ലേ. ആ മതി മതി, എല്ലാരും പോയി അവരവരുടെ ജോലി പോയി നോക്ക. ഇനി തല്ലേ അയാൾ ചത്തുവോ? ആ തൊപ്പി വേഗം എടുക്ക്. ഓ എടാ കഴുത്, ആ പൂച്ചയുടെ തൊപ്പി ഊരാൻ അതിലാണ് മേപ്പുള്ളത്. എന്റെ പേര് ഡയാന. ഇടഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊല കൊമ്പനാ. കുട്ടികളെ ഇവിടെ വരൂ. എല്ലാ യാത്രകളും ലക്ഷ്യത്തിലെത്തണമെന്നില്ല. ചില യാത്രകൾ നമ്മൾ യൂ ടേൺ അടിച്ച് തുടങ്ങിയെടുത്ത് തന്നെ ചെല്ലും. എന്ന് വെച്ച് യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. സംശയമുണ്ടോ? എനിക്ക് ഇയാളെ തന്നെയാ സംശയം. പുഞ്ചിരി പുഷ്പ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? അത് പിന്നെ ഞാൻ എന്താ ഇവിടെ ഫ്രൂട്ട്സ് കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടതല്ലേ, പിന്നെ എന്താ ഇവിടെ ചെയ്യുന്നേ? അതെ, ആ ഫ്രൂട്ട്സ്. അതെ, ഉത്തരം പറയാൻ. ഓ എന്റെ അമ്മോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. താൻ പറയുമല്ലേ, എന്റെ മുമ്പിൽ വെച്ച് തന്നെ പറയുമല്ലേ? ഡയന, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോവുമായിരുന്നു. എടോ കഴുതേ, മാർക്കറ്റിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങാനാണെങ്കിൽ പിന്നെ ഫാം എന്തിനാ ക്രിക്കറ്റ് കളിക്കാൻ വാങ്ങിയതാണോ? ട്രക്കില് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. തനിക്ക് പിന്നെ എന്താ അറിയാവുന്നത്? ചെയ്ത ജോലിയൊക്കെ തലതിരിച്ചാ. പോലീസ് സ്റ്റേഷനിലേക്ക് പോവായിരുന്നു. അങ്കിള് വന്ന് ഞങ്ങളെ തടഞ്ഞതാ. പോലീസ് സ്റ്റേഷനോ? അത് പിന്നെ ഞങ്ങളെ കാണാതായതല്ലേ, അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയതാ. അതാ ഇവൻ പറഞ്ഞേ. അതെ അതെ, ഞാൻ അവരെ കണ്ടുപിടിച്ചത് വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതെ അങ്കിളെ, ഭഗവാൻ അങ്കിളിന് ഈ വലിയ 2 പല്ലുകൾ തന്നിരിക്കുന്നതേ മറ്റുള്ളവരുടെ ക്രെഡിറ്റ് കാർന്നു തിന്നാൻ വേണ്ടിയല്ല. സംശയമുണ്ടോ? ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവരെ വീണ്ടും കാണാതായനെ. എന്നിട്ട് നീ എന്നെ തന്നെയാണല്ലോ വഴക്ക് പറയുന്നത്. ഞാൻ വഴക്കൊന്നുമല്ല പറയുന്നേ. അതെ, വഴക്ക് പറഞ്ഞിട്ടും അങ്കിള് ദാ വീണ്ടും നിന്ന് ചിരിക്കുന്ന കണ്ടില്ലേ? ഞാൻ ചിരിക്കുന്നതല്ല, എന്റെ പല്ല് ഇങ്ങനെ തകർത്ത് കളയും ഞാൻ. മര്യാദയ്ക്ക് വണ്ടി കയറിയിരുന്നോ, ഇല്ലെങ്കിൽ പല്ല് ഒടിച്ചു കളയും ഞാൻ. ആലോചിച്ച് നോക്ക്, പല്ലൊടിഞ്ഞു കഴിഞ്ഞാൽ അങ്കിളിനെ കാണാൻ എങ്ങനെയായിരിക്കും? ജീവിതകാലം മുഴുവൻ പല്ലില്ലാതെ ഇരിക്കും. പിന്നെ എല്ലാ ദിവസവും വല്ല ഓട്സ് കഴിക്കേണ്ടി വരും. ഇത്തവണ നമ്മുടെ ഫാം ഹൗസിൽ നല്ല വലിയ തണ്ണിമത്തനാണല്ലോ ഉണ്ടായിരിക്കുന്നത്. കൊള്ളാല്ലേ? അതെ, നല്ല മധുരവുമുണ്ട്. എല്ലാ സ്വപ്നങ്ങളും സ്വന്തമായിരിക്കാം, പക്ഷെ അതെല്ലാം യാഥാർത്ഥ്യമാകണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. മുയലിന് ഒരിക്കലും സിംഹത്തോട് ഏറ്റുമുട്ടാൻ സാധിക്കില്ല. അതിപ്പോ മുയലിന് എത്ര വലിയ പല്ലുണ്ടെങ്കിലും ശരി. സംശയമുണ്ടോ? ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ മാപ്പ് എന്റെ കയ്യിലെത്തിയിരിക്കും. നിങ്ങൾക്ക് ഈ പുഞ്ചിരി പുഷ്പരായനെ അറിയില്ല. തകർത്ത് കളയും ഞാൻ 24 മണിക്കൂറിനകം. അയ്യോ, ആരത്? ഇയാള് വീണ്ടും വന്നോ? നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാട്ടാനയ്ക്ക് കലിയിളകുമ്പോൾ അത് നേരെ നാട്ടിലേക്ക് ഇറങ്ങാറുണ്ട്. കർഷകർക്ക് വെള്ളത്തിന് ആവശ്യം വരുമ്പോൾ അവ പുഴവക്കത്ത് വന്ന് നിൽക്കും. സംശയമുണ്ടോ? ഇയാള് കാട്ടാളിയല്ല, കർഷകനുമല്ല, പിന്നെന്തിനാ ഇയാൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? തല്ലി കൊള്ളാൻ വേണ്ടി വന്നിരിക്കുക. നമുക്ക് ഇയാളുടെ ആഗ്രഹം അങ്ങ് സഹായിച്ചു കൊടുക്കാം. എന്നെ തൊട്ട് കഴിഞ്ഞാൽ തകർത്ത് കളയും ഞാൻ. ഇനിയിപ്പോ ഞങ്ങളാണ് തന്നെ തകർക്കാൻ പോകുന്നത്. എന്താ ഇവിടെ നടക്കുന്നത്? വേഗം പദപ്പെടുത്തി മാറ്റേ.
സോർദാറോ? ഇവന്റെ പേര് ശാന്താറാം എന്നല്ലേ? പുതപ്പിനകത്ത് സോർദാറാണെന്നാ തോന്നുന്നേ. ഞാനാ പുഞ്ചിരി പുഷ്പൻ. അല്ല, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? അത് പിന്നെ ഞാൻ ഉത്തരം പറയാം. സാർ അധ്വാനിയാണ്, ബഹുമാന്യനാണ്, വലിയ ധൈര്യശാലിയുമാണ്. താങ്ക് യു. പക്ഷെ ഇത്രയ്ക്ക് ധൈര്യമോ? അതും ആന്റിയോട് ഉത്തരം പറയാൻ. അതെ, ഞാൻ ഉത്തരം പറയും. എനിക്ക് ഒരു ഹൃദയമുണ്ട്. ഇവര് സ്നേഹമുള്ള പിള്ളേരാണ്. ഇവരെ കണ്ടപ്പോൾ മുതൽ എനിക്ക് ഹണിയെയും ബണ്ണിയെയും ഓർമ്മ വന്നു. ഞാൻ ഇവർക്ക് വല്ല ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വെറുതെ വന്ന് നോക്കിയതാണ്. നമുക്ക് ഈ പിള്ളേരെ ഒരു വെക്കേഷൻ ട്രിപ്പിന് കൊണ്ടുപോയാലോ? ഹണിയും ബണ്ണിയും നമ്മൾ കൊണ്ടുപോകുമായിരുന്നില്ലേ? അവരും അതിൽ വലിയ ഹാപ്പി ആയിരുന്നു. ഗുഡ് ഐഡിയ. നമുക്ക് നാളെ തന്നെ പോകാം. അപ്പൊ കുട്ടികളെ, നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? കഴുതകൾക്കൊരിക്കലും കൊമ്പുണ്ടാവാറില്ല, പല്ല് മാത്രമേ ഉണ്ടാവാറുള്ളൂ. കഴുത നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന സ്ഥലം കണ്ടാലറിയാം. ഇവിടുന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്റെ പോപ്പട്ടെ, അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നീ 4 വാർഡ് വന്ന് നോക്കിക്കേ, എല്ലാം പുഞ്ചിരി പുഷ്പന്റെ ഗുണ്ടകളാ. ഇവരെയൊക്കെ നമുക്ക് പഞ്ഞിക്കിട്ടിട്ട് പോവാന്നേ. അയ്യോ വേണ്ട, അവർ ഒരുപാടുണ്ട്. മാത്രമല്ല ആന്റിയുടെ കണ്ണുകളിൽ നമ്മൾ കുട്ടികളാണ്. ഇവരെ നമ്മൾ തല്ലിയ ആന്റി നമ്മളെ വെടിവെച്ച് കൊല്ലും. നിങ്ങൾ ഇവിടുന്ന് വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്നോ? രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തകർത്ത് കഴിഞ്ഞാൽ ധൈര്യം ഉണ്ടെങ്കിലേ ദാ ഇതൊന്ന് തകർത്ത് കാണിക്കേ. താങ്ക് യു. ആനയ്ക്ക് കഴിക്കാൻ ഒരു പല്ലും പുറത്ത് കാണിക്കാൻ കൊമ്പുമുണ്ട്. പുഞ്ചിരി പുഷ്പ തന്റെ പല്ലുകൊണ്ട് ഉപകാരമുണ്ട്. അത് ദിവസവും വൃത്തിയാക്കണം, അല്ലെങ്കിൽ ചിലപ്പോ പായൽ പിടിക്കും. അതാ റൂം കിട്ടി. എല്ലാരും വേഗം വാ വാ. എന്റെ പൊന്നു ഡയാന, ഞാൻ കുട്ടികളുടെ കൂടെ നിന്നോളാം. ഓ, എന്റെ പുഞ്ചിരി പുഷ്പ, നിങ്ങൾ അടുത്തുള്ള റൂം എടുത്തോളൂ. അയ്യോ വേണ്ട, അങ്കിൾ നല്ലവനാ, അടി വിളിച്ചുള്ളനാ, പക്ഷെ ഒരു വില്ലനാ. ആന്റിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, പക്ഷെ ആന്റി അങ്കിൾ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട്. കേട്ടില്ലേ കേട്ടില്ലേ ഡയാന? കേൾക്കുന്ന കാര്യങ്ങളൊന്നും കണ്ണടച്ചങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. കണ്ണുകൊണ്ട് കാണുന്നതാണ് സത്യം. ഞങ്ങൾ അങ്കിളിന്റെ കണ്ണുകളിൽ സ്നേഹം കണ്ടു. സംശയമുണ്ടോ? സംശയിക്കേണ്ട ഒരാവശ്യവും ഇല്ല. അങ്കിൾ ആന്റി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് നിന്നാ മതി. ഞങ്ങൾ 4 പേരും വെവ്വേറെ റൂമിൽ കഴിഞ്ഞോളാം. എന്റെ കൂട്ടുകാരെ, ഈ ഗുണ്ടകൾ എപ്പോ വേണേലും മാപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കും. ഇന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അവന്റെ തൊപ്പിയിൽ മാപ്പുണ്ട്. നിങ്ങൾ എന്താ കരുതിയത്? ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാമെന്നോ? ഞാൻ പറഞ്ഞതല്ലേ, 24 മണിക്കൂറിനുള്ളിൽ പിടിച്ചിരിക്കും. ചെല്ല്, അവന്മാരുടെ കയ്യിൽ നിന്ന് മാപ്പ് തട്ടിപ്പറിക്ക്, അല്ലെങ്കിൽ തകർത്ത് കളയിഞ്ഞ. കുട്ടികളുടെ കൂടെ ചേർന്ന് തനിക്കെന്താണ് വിവരമില്ലേ? ഇവിടുന്ന് ഇറങ്ങി പോടോ. പിടിക്കാവുമാരെ.
അതാ നിൽക്കുന്നു. തകർത്തുകളയാൻ. ഇവിടെ വാടാ. ദേ നിൽക്കുന്നവന്മാര്. കുട്ടികളുടെ പൂളി ചാടുന്നോ? തനിക്കെന്താണോ വിവരമില്ലേ? ഇപ്പൊ തന്നെ അവമാനം പിടിച്ചു പൊടിച്ചു കളയാൻ. ദാ നിൽക്കുന്നു. സോറി. നിന്റെ കണ്ണിൽ എന്താടാ കുരുവാണോടെ വൃത്തികെട്ടവനെ? ഇപ്പൊ ഇവന്മാരെല്ലായിടത്തും ഉണ്ട്. നമുക്ക് രാത്രി രക്ഷപ്പെടാം. എടാ താഴേക്ക് നോക്ക്, ഗുണ്ടകളാ. ഇനിയിപ്പോ നിങ്ങളെ ആരാ രക്ഷിക്കാൻ വരുന്നേ? എന്റെ പേരാണ് ഡയാന. ഇടഞ്ഞാൽ ഞാൻ കൊല കൊമ്പനാ. അത് പിന്നെ മാഡം, ഞങ്ങളിവിടെ പിള്ളേരുടെ കൂടെ ഓടിത്തൊട്ട് കളിക്കുകയായിരുന്നു. പിള്ളേരെ ഇനി എന്നാലും ഞങ്ങൾ ഓടാം, നിങ്ങൾ പിടിച്ചാ മതി. ഓ എന്റെ ശാന്താറാമേ, രാത്രി കളിക്കാൻ പാടില്ല. ചെല്ലെ പോയി കിടന്നുറങ്ങ്. ഇവരെ കണ്ടിട്ട് എന്തോ പന്തികേട് തോന്നുന്നല്ലോ. നിങ്ങൾ എല്ലാരും എന്റെ മുറിയിലേക്ക് പൊക്കോ. അങ്ങേര് നിങ്ങളുടെ റൂമിൽ കിടന്നോളും. വരൂ. ബഡി, ഇവരുടെ റൂമിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ. ആന്റി ആന്റി ആന്റി, അതെ ഞങ്ങൾക്ക് ഇപ്പൊ ഐസ്ക്രീം കഴിക്കണേ. ഐസ്ക്രീം ഒക്കെ നമുക്ക് നാളെ രാവിലെ കഴിക്കാം. ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഞങ്ങൾക്ക് ഇപ്പൊ ഐസ്ക്രീം കഴിക്കണം. ആദ്യം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ. ആന്റി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വന്നേ, അപ്പോഴേക്കും ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ട് നിൽക്കാം. ഞാൻ ഈ കുട്ടികളുടെ അടുത്ത് തന്നെ നിന്നോളാം. ഇവരെ ഞാൻ വളരെ ഭദ്രമായി തന്നെ നോക്കിക്കോളാം. നിങ്ങൾ എന്ത് നോക്കാനാ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ നോക്കാൻ പോലും സമയമില്ല. പക്ഷെ ഞാൻ നിന്നെ ദിവസവും നോക്കാറുണ്ടല്ലോ. അതെ, എന്നിട്ടാണോ ഈ ഏൽപ്പിക്കുന്ന ജോലിയൊക്കെ ഇങ്ങനെ വഷളാക്കുന്നേ? പക്ഷെ ഞാൻ എന്തോന്ന് ഞാൻ പറ. ആന്റി, അങ്കിള് ഭയങ്കര വാചകടിയാ. അങ്കിളിനെ കൊണ്ട് ആന്റി പൊയ്ക്കോ. വേണ്ട ഡയന, വേണ്ട. കുട്ടികളെ നമ്മൾ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. അഥവാ ഇവരെയും അണ്ണിയും പണ്ണിയും പോലെ ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോയാലോ? അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടികളെ, ഇദ്ദേഹം പറയുന്നത് ശരിയാണ്. നിങ്ങളെ നോക്കാൻ വേണ്ടി പുഞ്ചിരി പുഷ്പൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. ഇപ്പൊ നിങ്ങളെ കുടുങ്ങി. ഡയനാ പോയി. കൂട്ടുകാരെ, ഇപ്പൊ ഡയാന ആന്റി ഇവിടെ ഇല്ല. നമ്മൾ ഒരിക്കലും കുട്ടികളായിട്ട് ഇപ്പൊ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ നമ്മളായിരിക്കും തകർക്കുന്നത്. പിടിക്കോ മാരെ. വാ കൂട്ടുകാരെ, നമുക്ക് ഇയാളെ കുറച്ചു നേരം വട്ട് കളിപ്പിക്കാം.
എടാ യുവമാരെ ഞാൻ മുന്നേ കൂടെ ചേർത്ത് പിടിക്കാം. ഹേയ്, നിൽക്ക്. ഏറ്റുമുട്ടാത്തവനെ ഒരിക്കലും ദുർബലനായി കാണരുത്. അവൻ അടിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ത്രാണി പോലും കാണില്ല. സംശയമുണ്ടോ? എന്റെ അമ്മ, ഇത്രയും വലിയ പേഴ്സണാലിറ്റിക്ക് ഇത്രയും ചെറിയ തോക്കോ? നിങ്ങൾക്ക് മിഷൻ കണ്ടാണ് വേണ്ടത്. പിന്നെ റോക്കറ്റ് ലോഞ്ചറും പറഞ്ഞു വരുമ്പോ പീരങ്കിയും വേണമായിരുന്നു. ഹേയ്, തെറ്റായ സ്ഥലത്ത് നിന്ന് ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കാണുന്നത് വലിയ അബദ്ധങ്ങളിൽ കൊണ്ട് ചാടിക്കും. സംശയമുണ്ടോ? തകർത്ത് കളയും ഞാൻ. അയ്യോ സോർദാറേ, ഇനി ആ മേപ്പിങ് തന്നേക്ക്. പറയ്, വേഗം പറയ്. ആ മേപ്പ് എവിടെ? ഞാൻ പറയില്ല. തകർത്ത് കളയും ഞാൻ. നിങ്ങൾ അലറി വിളിച്ചുകൊണ്ട് ആ മേപ്പ് എവിടെയെന്ന് പറയും. ആ അവസ്ഥയിലാക്കണോ ഞാൻ? യുവമാര് നമ്മളെ താവളത്തിലേക്ക് കൊണ്ടുപോവാ. ഓ, ഈ ഗുണ്ടകൾ എന്റെ ഹണിയും പണിയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? യുവമാര് നന്നായിട്ട് ടോർച്ചർ ചെയ്യ്. ആ ടോർച്ചറിൽ യുവമാര് സത്യം വിളിച്ച് പറയണം. എന്റെ പേരാണ് ഡയാന. ഞാൻ ഇടഞ്ഞാൽ കൊല കൊമ്പനാ. എന്റെ കുട്ടികളെ മര്യാദയ്ക്ക് വിട്ടോ. ആദ്യം ആ മേപ്പ് കണ്ടുപിടിക്ക. താൻ എന്ത് മനുഷ്യനാടോ? തന്റെ ആൾക്കാരൊക്കെ അവിടെ തല്ലിക്കൊള്ളുക, എന്നിട്ട് തലയോട് നിന്ന് ചിരിക്കുവാണോ? ഞാൻ ചിരിക്കുന്നതല്ല, എന്റെ പൊല്ല് പണ്ട് ഇങ്ങനെ തന്നെ. എങ്ങനെ തകർക്കുന്നേ? വാ, ഞാൻ തകർത്ത് തരാം. ഞാൻ ഇപ്പൊ തകർത്തില്ലേ, ഇനി എന്നോട് താങ്ക് യു പറ. പുഷ്പരാജ്, നിങ്ങളോ? ഞാനിവരെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ യുവമാരൊക്കെ ചതിയന്മാരാ. ഇവര് കൊച്ചു കുട്ടികളൊന്നുമല്ല. ദേ കണ്ടില്ലേ തല്ലുന്നതൊക്കെ. നിങ്ങളെല്ലാരും കൂടി ചേർന്ന് എന്നെ വിഡ്ഢിയാക്കിയല്ലേ? ആന്റിക്ക് സ്നേഹമുണ്ട്, ദയുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ ചെയ്തത് ഗുണവുമുണ്ട്. എല്ലാവർക്കും നന്മയുണ്ടാവും. എപ്പോഴും കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ സത്യമാവണമെന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണട വെച്ച് നോക്കേണ്ടി വരാറുണ്ട്. സംശയമുണ്ടോ? ഞങ്ങൾ ആന്റിയുടെ വീട്ടിലേക്കല്ല വന്നത്. ആന്റിയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. ഞങ്ങൾ കുട്ടികളായിട്ട് മാറിയത് നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ. നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഇയാളൊരു പ്രതിമക്കള്ളനാണ്, സ്മഗ്ലറാണ്. ഇയാളുടെ ഗ്യാങ് ആണ് മ്യൂസിയത്തിൽ മോഷണം നടത്തിയത്. ഞങ്ങളുടെ കയ്യിൽ മാപ്പുണ്ട്. ഇയാളുടെ ആൾക്കാര് ആ പ്രതിമകളെല്ലാം ഒളിപ്പിച്ചിരിക്കുന്നത് ആ മാപ്പിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്.
ഒരുപാട് പേടിപ്പിച്ചെന്നെ. ഇനി അതിന്റെ ആവശ്യമില്ല. ഈ പിള്ളേർ എങ്ങനെയാണോ എന്റെ രഹസ്യം മുഴുവനും അറിഞ്ഞത്, അതുപോലെ തന്നെ നിന്റെ ഹണിയും ബണ്ണിയും എന്റെ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ ഒളിപ്പിക്കേണ്ടി വന്നു. ഒരു തവണ എനിക്ക് ആ മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എല്ലാവരെയും അവരുടെ അടുത്തേക്ക് തന്നെ ഞാൻ പറഞ്ഞയക്കും. നിങ്ങൾ എല്ലാവരും ദൈവത്തിന് പ്രിയപ്പെട്ടവരല്ലേ? ഇനി പറയാ, ആ മാപ്പ് എവിടെ? അല്ലെങ്കിൽ നിങ്ങളുടെ ആന്റിയുടെ കാര്യം പോക്കാ. മാപ്പ് ആന്റിയുടെ പോക്കറ്റിലാണെന്ന് ഞങ്ങൾ ഒരു കാരണവശാലും പറയില്ല. ഇങ്ങോട്ട് വാടാ. ഹലോ പോലീസ് സ്റ്റേഷൻ, മ്യൂസിയത്തിലെ പ്രതിമകൾ മോഷ്ടിച്ച കള്ളന്മാർ ഇവിടെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തരാം. അയ്യോ കുട്ടികളെ, നിങ്ങൾ വേഗം പുറകോട്ട് നോക്ക്. ചാമ്പ്യനാണെന്ന് താനെന്താടാ നേരത്തെ പറയാത്തത്? എടോ മല്ലയ്യ, താൻ എന്താ വിചാരിച്ചിരിക്കുന്നേ? എനിക്കിവളെ വലിയ പേടിയാണെന്നോ? തകർത്തു കളയും ഞാൻ. എടോ ഇപ്പൊ തകർക്കുന്നത് ഏതോ അവന്മാരാ. എല്ലാവരെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യ. ഡൈന മാഡം, ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ? പക്ഷെ കള്ളനും കൂടിയാണ്. മാത്രമല്ല എനിക്ക് കള്ളന്മാരോട് അറപ്പും വെറുപ്പുമാണ്. പാവം ഹണിയേം പണിയേം എന്നിൽ നിന്ന് അകറ്റിയതും ഇയാളാണ്. എന്നെ ഇയാൾ ഇത്രയും നാളും മാന്യനായി അഭിനയിച്ച് പറ്റിക്കുകയായിരുന്നു. ഈ ചതിയനെ എന്റെ കൺമുമ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുപോ. സോറി ആന്റി, ഞങ്ങളും ആന്റിയോട് നുണ പറഞ്ഞു. പക്ഷെ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നില്ലേ? ഇനി അങ്ങോട്ട് എന്നും നിങ്ങൾ എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. ഇല്ല, ഞങ്ങളുടെ മാഡവും ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാഡത്തിന്റെ അടുത്ത് പോയേ മതിയാകൂ. പക്ഷെ ആന്റി, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആന്റിയെ കാണാൻ വരും. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്റെ പ്ലാൻ നശിപ്പിച്ചു. തിരിച്ചു വന്ന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. ഇന്ന് നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുന്നു, നാളെ ഞാൻ ചിരിക്കും. ഇന്നത്തെ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായിരുന്നു, നാളെ അത് എന്റേതാകും. ഞാൻ തിരിച്ചു വന്ന് എല്ലാത്തിനെയും തകർക്കും. കുഞ്ഞിന് പുഷ്പ, സമയം എല്ലാവർക്കും ഉണ്ട്. അതിന്ന് ഞങ്ങളുടെ കൂടെയാണ്. ജയിലിൽ നടയാടി കൊണ്ടു കഴിഞ്ഞാ പിന്നെ നിനക്ക് സന്തോഷം വന്നാലും ചിരിക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? നടക്കടാ അങ്ങോട്ട്. ഹണി ബണി പോപ്പട്ടും ഇതാ വീണ്ടും കലക്കിയിരിക്കുകയാണ്. മ്യൂസിയത്തിലെ പ്രതിമ മോഷ്ടാക്കളെ വിദഗ്ധമായി പിടിച്ചിരിക്കുന്നു. ഇനി ജയിലിലെ കമ്പിയഴികൾ എണ്ണാൻ കള്ളന്മാരുടെ ജീവിതം ബാക്കി. തൊണ്ടിയെല്ലാം പോലീസിന് കിട്ടിക്കഴിഞ്ഞു. പ്രതിമകളെല്ലാം മ്യൂസിയത്തിലെത്തി കഴിഞ്ഞു. കള്ളന്മാരെ പോലീസുകാർ നന്നായി ഒഴിഞ്ഞിട്ടുണ്ട്.